الحمد لله رب العالمين. العاقبة للمتقين ولا عدوان إلا على الظالمين. والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين ما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരത്തിൻ്റെ നിബന്ധനകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠനം ആരംഭിച്ചത്. നമസ്കാരം സ്വീകാര്യ യോഗ്യമാകാൻ, നമസ്കാരം ശരിയാവാൻ, റബ്ബ് തൃപ്തിപ്പെടുന്ന സ്വഹീഹായിട്ടുള്ളതായി തീരാൻ ആവശ്യമായ ശുറൂത്തുകൾ, അതിൽ നാലാമത്തേത് തഹാറത്ത്, ശുദ്ധിയുള്ളവനായിരിക്കണം എന്നുള്ളതാണ്. തഹാറത്ത് നേടേണ്ടത്, ശുദ്ധി നേടേണ്ടത് രണ്ട് തരത്തിലുള്ള അശുദ്ധികളിൽ നിന്നാണ്. ഒന്ന് ചെറിയ അശുദ്ധിയാണ്, രണ്ട് വലിയ അശുദ്ധിയാണ് എന്ന് നാം മനസ്സിലാക്കി. ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് വുളൂ ഇല്ലാതിരിക്കുന്ന സാഹചര്യം, അവസ്ഥക്കാണ് ചെറിയ അശുദ്ധി എന്ന് പറയുക. വുളൂവിൻ്റെ ഫളായിലുകളെ കുറിച്ചാണ് അവസാനം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ ഒരു തുടർച്ച, വുളൂവിൻ്റെ പൂർണ്ണമായ രൂപം ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ഓരോന്നും, ആ കർമ്മങ്ങൾ എപ്രകാരമാണോ നിർവഹിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്രകാരം നിർവഹിക്കുന്ന, പൂർണ്ണമായും അതിന്റെ രൂപത്തെ ഇത്തിബാഅ് ചെയ്യുന്ന ആളുകളായിരിക്കണം നമ്മൾ. പ്രവാചകനിൽ നിന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ് ആ കർമ്മം എന്നുള്ളതിന് നമുക്കൊന്ന് പരിശോധിക്കാനുള്ള 6 മാർഗങ്ങളിൽ ഒരു മാർഗമായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ രൂപത്തെ, കൈഫിയത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ ഒരു രൂപത്തിൽ നമസ്കരിക്കുന്നു, നമ്മൾ മറ്റൊരു രൂപത്തിൽ നമസ്കരിക്കുന്നു. പ്രവാചകൻ ഒരു രൂപത്തിൽ വുളൂ എടുക്കുന്നു, നമ്മൾ മറ്റൊരു രൂപത്തിൽ വുളൂ എടുക്കുന്നു. പ്രവാചകന്റെ ഹജ്ജ് ഒരു രൂപം, നമ്മുടെ ഹജ്ജ് മറ്റൊരു രൂപം. അങ്ങനെ ആകാൻ പാടുള്ളതല്ല. 6 അളവുകോലുകൾ, മാനദണ്ഡങ്ങളിൽ ഒന്നാണ് കൈഫിയത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വുളൂവിന്റെ പൂർണ്ണമായ രൂപം ശ്രദ്ധിക്കുക. ഒന്ന് നിയ്യത്താകുന്നു. നിയ്യത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. നമസ്കാരത്തിന്റെ നിബന്ധനകളിൽ 4-ാമത്തേത് തഹാറത്താണ്. ആ നിബന്ധനകളിൽപ്പെട്ട സുപ്രധാനമായ ഒന്നാണ് നിയ്യത്ത് എന്നുള്ളത്. നമസ്കാരത്തിന് നിയ്യത്തുണ്ടായിരിക്കും. ആ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് അല്പം വിശദമായി പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. ഉദ്ദേശ്യം എന്നാണ് നിയ്യത്ത് എന്ന അറബി പദത്തിന്റെ അർത്ഥം. കരുതലാണ്. ഉളുവെടുക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെടുമ്പോൾ ഞാൻ ഉളുവെടുക്കുകയാകുന്നു എന്ന് അവന്റെ മനസ്സിൽ കരുതേണ്ടതുണ്ട്. കരുതാതെ പോയി കഴിഞ്ഞാൽ കേവലം കൈക്കാലുകൾ, ശാരീരിക അവയവങ്ങൾ കഴുകൽ മാത്രമായി തീരും. അത് ഉളൂ ആയി തീരുകയില്ല. ഉളൂ ആകണമെങ്കിൽ ഉളൂവിന്റെ മുൻപ് നിയ്യത്ത് ഉണ്ടായിരിക്കണം. സ്വഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ കർമ്മങ്ങളും അത് നിയ്യത്ത് അനുസരിച്ചു കൊണ്ടായിരിക്കും. ഒരാളുടെ ഉദ്ദേശം എന്തോ, ഉദ്ദേശം അനുസരിച്ചു കൊണ്ടായിരിക്കും കർമ്മങ്ങളുടെ ഫലം ലഭ്യമാവുക. മഹല്ലുൻ നിയ്യത്തി ഖൽബുൻ, നിയ്യത്തിന്റെ മഹൽ, അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഖൽബാണ്, ഹൃദയമാണ്, നാവല്ല. പലപ്പോഴും നാവ് കൊണ്ട് നിയ്യത്ത് ഉച്ചരിക്കുന്ന പ്രവണത ആളുകളിൽ കാണാം. നമസ്കാരത്തിന്റെ തൊട്ട് മുൻപ്, നോമ്പിന്റെ തലേ ദിവസം രാത്രിയിലൊക്കെ നിയ്യത്ത് നാവ് കൊണ്ട് ചൊല്ലി പറയുന്ന ഒരു സംവിധാനം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നടപടിക്രമങ്ങളിൽ പെട്ടതല്ല. മനസ്സിനകത്ത് കൃത്യമായിട്ടുണ്ടായിരിക്കണം. നാവ് കൊണ്ട് തന്നെ തുടർച്ചയായി നിയ്യത്ത് പറയുന്ന സമ്പ്രദായം അത് ബിദ്അത്താകുന്നു. കുല്ലു ബിദ്അത്തിൻ ളലാലത്തുൻ വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു സമ്പ്രദായം നമ്മുടേതായി മതത്തിനകത്തേക്ക് കൊണ്ടുവരലാണ് നാവ് കൊണ്ട് നിയ്യത്ത് പറയുന്ന സമ്പ്രദായം എന്നുള്ളത്. അത്തരം ശീലമുള്ള ആളുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുകയും മനസ്സിനകത്ത് നിയ്യത്തിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി, വുളൂ ആരംഭിക്കേണ്ടത് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ സ്വലാത്ത, നമസ്കാരമില്ല, ലിമൻ ലാ വുളൂഅ ലഹു, ആർക്കാണോ വുളൂ ഇല്ലാത്തത് അവന് നമസ്കാരമില്ല. വലാ വുളൂഅ,
വുളൂ ഇല്ല ലിമൻ ലം യദ്കുരി ഇസ്മല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാത്തവൻ, ഓർക്കാത്തവന്, ബിസ്മില്ല എന്ന് പറയാത്തവന് വുളൂഉം ഇല്ല എന്നുള്ളതാണ്. അതിന്റെ പ്രാധാന്യത്തെയും അതിന്റെ ഗൗരവത്തെയുമാണ് ആ ഒരു പദപ്രയോഗത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വുളൂവിന്റെ ആരംഭം നിയ്യത്തോടു കൂടി ബിസ്മി ചൊല്ലിക്കൊണ്ട്, അവിടെ ചില ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി ചൊല്ലാറുണ്ട്. എവിടെയാണോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടത് അവിടെ മാത്രമേ അങ്ങനെ നിർവഹിക്കാൻ പാടുള്ളൂ. വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ ആരംഭം എങ്ങനെയായിരിക്കണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. എഴുത്തുകൾ എഴുതുമ്പോൾ അതിന്റെ മുകളിൽ എഴുത്ത് ആരംഭിക്കേണ്ടത് ലെറ്ററുകൾ, അഗ്രിമെന്റുകൾ, അതിന്റെ എല്ലാം തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ഭക്ഷണം കഴിക്കുക, ഉളുവെടുക്കുക, പള്ളിയിലേക്ക് പ്രവേശിക്കുക തുടങ്ങിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിടത്തെല്ലാം കാണുക ബിസ്മില്ല എന്ന് മാത്രമുള്ള പ്രയോഗമാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞിടത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയരുത്. അതിനാണ് കൈഫിയത്ത് പഠിക്കുന്നത്, രൂപം പഠിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിടത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യരുത്. എങ്ങനെയാണോ പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ രാത്രി ഉറങ്ങാൻ സമയത്തുള്ള പ്രാർത്ഥനയിൽ ആമൻതു ബികിതാബിക്കല്ലദീ അൻസൽത വനബിയിക്കല്ലദീ അർസൽ, നബിയിക്കല്ലദീ അർസൽത, നീ അയച്ച നബി, ആ നബിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു സഹാബിക്ക് റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥന പഠിപ്പിച്ചു. അത് തിരിച്ച് റസൂലുള്ളാഹി ചൊല്ലി കേൾപ്പിക്കുമ്പോൾ ഒന്ന് ചൊല്ല് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു ചൊല്ലുമ്പോൾ നബിയുൻ എന്ന പദത്തിന് പകരം റസൂൽ എന്ന് പ്രയോഗിച്ചതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? തിരുത്തിയിട്ടുണ്ട്. തുമ്മിയ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിപ്പിച്ചു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞു കേട്ട വ്യക്തിയെ പ്രമുഖനായ സഹാബി തിരുത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ത് പറയാൻ പഠിപ്പിച്ചോ അത് പറയുക, എന്ത് ചൊല്ലാൻ പഠിപ്പിച്ചോ അത് ചൊല്ലുക. അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായി രണ്ട് കൈകൾ, ആ കൈകളുടെ കൈപ്പത്തി എന്ന് പറയുന്നത് ഈ എല്ല് ഉൾപ്പെടുന്ന പോയിന്റാണ് കൈപ്പത്തി എന്ന് പറയുന്നത്, കൈയിന്റെ അവസാനത്തെ പോയിന്റ്. രണ്ട് കൈകളെയും 3 തവണ വീതം കഴുകുക എന്നതാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സാധാരണ ഇപ്പോൾ നമ്മൾ ഉളവെടുക്കുന്ന ആ സിസ്റ്റം ടാപ്പിൽ നിന്ന് ഉളവെടുക്കുന്ന സമ്പ്രദായമാണ്. എന്നാൽ പാത്രത്തിലേക്ക് അങ്ങോട്ട് കൈയിട്ട് ഉളവെടുക്കുന്ന, പ്രത്യേകിച്ച് ഹൗള് പോലെയുള്ള സംവിധാനങ്ങളാണെങ്കിൽ ഉളുവിന്റെ കൈ കഴുകലിന്റെ മുൻപായിക്കൊണ്ട് ആദ്യം കൈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ കൈ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പാത്രത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് വായ വൃത്തിയാക്കലാണ്. വലതു കൈകൊണ്ട് വെള്ളമെടുക്കുകയും വായിലേക്ക് പ്രവേശിപ്പിക്കുകയും അതേ വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളം കൊണ്ട് മൂക്ക് വൃത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വായ വൃത്തിയാക്കലിന്റെ രൂപം എന്ന് പറയുന്നത്. അത് നിർവഹിക്കേണ്ടത് 3 തവണയായിരിക്കും. അത് പഠിപ്പിക്കപ്പെടുന്ന ഹദീസിൽ കാണാം. തമല്ലുമലായ വസ്തൻശക, തമല്ലുമല എന്ന് പറഞ്ഞാൽ മല വായിലിട്ടിട്ട് കൊപ്പളിക്കുന്ന ആ സൗണ്ടിനാണ് എന്ത് പറയാ? മല്ലുമല എന്ന് പറയാം. അറബി ഭാഷയില് പിന്നെ ഫഫ് 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 എന്ന് പറയുന്ന ആ രീതിയിൽ ഏത് പദം വന്നാലും വസ്വസ വസ്വസ അല്ലദീ യുവസ്വിസ്, ഈ ഫോർമാറ്റില് ഫഫ് 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 ഫഫ ഇങ്ങനെ വന്നാല് അതൊരു സൗണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സൗണ്ടിനെയാണ് എങ്ങനെ പ്രയോഗിക്കുക? ഇങ്ങനെ പ്രയോഗിക്കുക. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്നാണ്. വസ്വാസാണ്. കുസു 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 എന്ന് സ്വകാര്യം പറയുന്ന ഒച്ചക്കാണ്. സ്വകാര്യം പറയുമ്പോൾ ഒച്ച ഉണ്ടാവില്ലേ? കുസു എന്ന് ഒച്ച, ആ സൗണ്ടിനാണ് എന്ത് പറയാ? വസ്വസ എന്ന് പറയാം. തമല്ലുമല്ലാന്ന ഹദീസില് വായിൽ വെള്ളം വെച്ച് കള 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 എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, വായിൽ വെള്ളമാക്കി ഒറ്റ തുപ്പലല്ല, വായന്റെ ഉള്ളിൽ വെള്ളത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ചുഴറ്റി എടുക്കേണ്ടത്. ഇങ്ങനത്തെ കുറെ പദങ്ങൾ ഖുർആനിൽ തന്നെ കാണും. ഇതാ സുൽസിലത്തിലു സൽസല, സൽസല എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങുമുണ്ടാകുന്ന സൗണ്ടിനാണ് എന്ത് പറയാ? സൽസല എന്ന് പറയാം. ഖലഖൽ ഇൻസാന മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ, സ്വൽസ്വല,
സൽസല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺപാത്രം ഉണ്ടല്ലോ, മൺപാത്രത്തിന്റെ അടിയിൽ കൈകൊണ്ട് ഇങ്ങനെ ഒരച്ചാല് ശല എന്നൊരു സൗണ്ട് ഉണ്ടാവും. ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് സൂറത്ത് പിന്നെ നൂൻ അവിടെ ആദ് സമൂഹത്തിലേക്ക് കാറ്റിനയച്ചതിനെ കുറിച്ചുള്ള പറയുന്നു. ആദുൻ ബിരീഹിൻ കാറ്റടിക്കുമ്പോണ്ടാകുന്ന സൗണ്ട് ഉണ്ടോ, മൃഗങ്ങളുടെ സൗണ്ട്, കുട്ടികൾ കരയുന്ന സൗണ്ട്, ഏത് ടൈപ്പിലുള്ള എവിടെ സൗണ്ട് ഉണ്ടോ ആ സൗണ്ടൊക്കെ അറബി ഭാഷയിൽ ഈ ഫോർമാറ്റിലായിരിക്കും കേട്ടത്. ഹദീസിനകത്ത് കാണാം വെള്ളം വായിൽ കയറ്റുകയും വായിലിട്ട് കൊപ്പിളിക്കുകയും പിന്നെ ചീറ്റിക്കള എന്ന് പറഞ്ഞിട്ട് മൂക്ക് ചീറ്റിക്കളയുകയും ചെയ്തു. 3 ഹദീസുകൾ 3 തവണ ഇത് ചെയ്യണമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഹദീസിൽ കാണാം റസൂലുള്ളാ മൂക്ക് നന്നായി ചീറ്റാറുണ്ടായിരുന്നു നോമ്പുകാരനല്ലെങ്കിൽ എന്നാണ്. നോമ്പുകാരനായിരിക്കെ മൂക്കിലേക്ക് അമിതമായി വെള്ളം കയറ്റി അത് അന്നനാളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഇല്ലാത്ത വിധം അപ്പോഴും നോമ്പുകാരനായിരിക്കുമ്പോഴും മൂക്ക് വൃത്തിയാക്കിയിരുന്നു. പക്ഷെ വെള്ളത്തിന്റെ ഉപയോഗം സാധാരണ സന്ദർഭത്തിലേക്കാൾ അല്പം കുറവായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതോടുകൂടി തന്നെ വായിൽ വിരലിട്ട് പല്ല് കൂടി വൃത്തിയാക്കുക എന്നതും സുന്നത്തിൽ പെട്ടതാണ്. ഉദുവിന്റെ മുമ്പുള്ള പല്ല് തേക്കലല്ല, വായിൽ വെള്ളം ഒഴിച്ച് കൊപ്പിളിക്കുന്നതിന്റെ കൂടെ തന്നെ വിരൽ കൊണ്ട് പല്ല് വൃത്തിയാക്കുക എന്നതും സുന്നത്തിൽ പെട്ടതാകുന്നു. അതുപോലെ തന്നെ അടുത്തത് മുഖം കഴുകലാണ്. അറിയുന്ന കാര്യം, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ മാത്രം ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നു. മുഖം യഥാർത്ഥത്തിൽ പിന്നെ മുഖത്തിൽ പെട്ടതാണ് വായ, മുഖത്തിൽ പെട്ടതാണ് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ എന്ത് പെട്ടു? വായ വൃത്തിയാക്കലും മൂക്ക് വൃത്തിയാക്കലും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. മുഖത്തിന്റെ പരിധി എന്ന് പറയുന്നത് ചെവിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ചെവിക്കുറ്റി, ഈ 2 കുറ്റികൾക്ക് ഇടയിലും മുടി മുളക്കുന്ന പോയിന്റ് മുതൽ താടിയുടെ ഇന്നർ പോയിന്റ്, കഴുത്തിന്റെ മേലറ്റം, കഴുത്തിന്റെ മേൽഭാഗം വരെ താടിയുടെ ഉൾവശം മുതൽ മുടി മുളക്കുന്ന ഈ 4 അതിരുകൾക്കുള്ളിലുള്ളതിനെയാണ് എന്ത് വിളിക്കുക? മുഖം എന്ന് പറയുക. ആ മുഖത്തെ പൂർണ്ണമായും 3 തവണ കഴുകുക എന്നതാണ് വുളൂഇന്റെ രൂപങ്ങളിൽ അടുത്തായിട്ടുള്ളത്. ബുഖാരിയും മുസ്ലിമും എല്ലാം ഉൾപ്പെടെയുള്ള ഒട്ടനവധി ഹദീസ് ഗ്രന്ഥങ്ങൾ മുഖം കഴുകലിന്റെ പിന്നെ വിശേഷത്തെക്കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഹദീസുകളും കാണാൻ സാധിക്കും. അടുത്തതായി വലതു കൈയ്യ് മുട്ട് ഉൾപ്പെടെ 3 തവണ കഴുകലാണ്. ആ മുട്ട് ഉൾപ്പെടണമെങ്കിൽ ഇവിടെ ഒരു എല്ലുണ്ട്, തള്ളി നിൽക്കുന്ന എല്ല്, ആ എല്ല് കൂടി നനയുന്ന രൂപമായിരിക്കണം. റസൂലുള്ളാഹി പലപ്പോഴും പറയാറുണ്ട്, കയറ്റി കഴുകാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? നിർദ്ദേശിക്കാറുണ്ട്. വുളൂഇന്റെ എല്ലാ അവയവങ്ങളും നിശ്ചയിക്കപ്പെട്ട പരിധിക്കപ്പുറത്തേക്ക് വിശാലമായി കഴുകുക എന്നത് വുളൂഇനെ നന്നാക്കൽ, അതൊരു വസ്വാസം കൊണ്ട് നനഞ്ഞിരുന്നില്ല, വസ്വാസിൽ പെട്ടതാകാൻ പാടുള്ളതല്ല. ഇവിടെ നനഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി എന്ത് ചെയ്യുക? നന്നാക്കി കഴുകുക. ഇഹ്സനുൽ വുളൂ, വുളൂഇനെ നന്നാക്കുക, അഹ്സനുൽ വുളൂ, വുളൂഇനെ നന്നാക്കണം എന്നൊക്കെയുള്ള ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ കൈ കഴുകുന്ന ആ സമയം അവിടെ കൈ റസൂൽ ഹദീസിൽ കാണാം റസൂലുള്ളാഹി മറ്റു കൈ കൊണ്ട് ഒരച്ചു കഴുകിയിരുന്നു. യഥാർത്ഥത്തിൽ കുളി വുളൂ ഇത് നനഞ്ഞാൽ മതി, എന്ത് ചെയ്താൽ മതി? വെള്ളം നനഞ്ഞാൽ മതിയാകുന്നതാണ്, പൂർത്തിയാകും. എന്നാൽ ഉരച്ച് വൃത്തിയാക്കുക, ചുളിവുകൾക്കിടയിലൂടെ വിരലുകൾക്കിടയിലൂടെ കൈകൾ കടത്തുക, മുഖം കഴുകുമ്പോൾ താടിയുടെ ചിക്ക് അകറ്റി മാറ്റുക എന്നൊക്കെയുള്ളൂ. പൂർണ്ണമായും അവിടെ നനഞ്ഞുവെന്ന് ഉറപ്പ് വരുത്താൻ. വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? വെള്ളം അങ്ങ് ഒലിച്ചു പോകും. പ്രത്യേകിച്ച് ഓയിൽ ടൈപ്പ് എന്തെങ്കിലും കയ്യിലായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സ്ലിപ്പായി പോകും, വെള്ളം സ്ലിപ്പാവാനുള്ള സാധ്യതയുണ്ട്. കാലിലേക്ക് വെള്ളം ഒഴിച്ചാൽ പൂർണ്ണമായി നനഞ്ഞോളന്നില്ല. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് ഉരച്ച് വൃത്തിയാക്കുക. ചുളിവുകൾ മടക്കുകളെല്ലാം വിരലുകൾ ഉപയോഗിച്ച് ഫുഖഹാക്കള് പണ്ഡിതന്മാര് പിന്നെ കാലിന്റെ വിരലൊക്കെ കഴുകുന്നിടത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഇടത്തെ കൈയിന്റെ ചെറുവിരൽ കൊണ്ട് ഓരോ വിരലുകൾക്കിടയിലൂടെ കടത്തിക്കൊണ്ട് കഴുകണമെന്ന്. എന്ത് ചെയ്യണം? സ്പർശനം ഉണ്ടാവണം, അപ്പോഴേ പൂർണ്ണമായി തൊലി നനയുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. 3 തവണ കഴുകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് തല തടവലാണ്. കയ്യിൽ അല്പം വെള്ളം എടുക്കുക. സാധാരണ ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്?
വലിയ മുഖം കഴുകാനും കൈ കഴുകാനും വെള്ളമെടുക്കുന്നത് പോലെ വെള്ളമെടുക്കുന്നത് കാണാം. റസൂലുള്ള വിരൽ തുമ്പുകൾ നനച്ചു എന്ന ഹദീസിൽ വിരലിന്റെ തുമ്പുകൾ നനയ്ക്കുകയും എന്നിട്ട് കുടഞ്ഞ് കളയുകയും ചെയ്തു. അതുകൊണ്ടായിരുന്നു റസൂൽ എന്ത് ചെയ്തിരുന്നത്? തല തടവിയിരുന്നത്. നെറ്റിയുടെ ആരംഭം മുതൽ പിരടി വരെ കൈകൾ കൊണ്ടു. കേവലം സ്പർശനമോ തോണ്ടലോ, പല ജാതി ഉളുവാണ് അല്ലെ. ഇങ്ങനെ ഹൗദിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിങ്ങനെ നോക്കിയാൽ നെറ്റിയിൽ തോണ്ടുന്ന ആളുകൾ, നെറ്റിയിൽ പടുത്ത് നെറ്റിമ ഇങ്ങനെ കുത്തുന്ന ഒരാളെ കണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ നെറ്റിമ കുത്തിക്കൊടുക്കും. ഇങ്ങനെ തോണ്ടുന്ന ആളുകൾ പല റസൂലുള്ള തള്ളവിരലുകൾ ചെവിക്കകത്തേക്ക് കടത്തി വെക്കുകയും വിരലുകൾ ചേർത്തി വെച്ച് മുടിയുടെ ആരംഭം മുതൽ പിറകിലേക്ക് പിരടി വരെ കൊണ്ടുപോവുകയും അവിടുന്ന് അതേ പ്രകാരത്തിൽ എന്ത് ചെയ്തു? മുൻഭാഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് തല തടവുന്ന രൂപം. തലയിൽ ഉൾപ്പെടുന്നതാണ് ചെവി. തലയിൽ ചെവിക്കുറ്റി മുതൽ ഇങ്ങോട്ടുള്ളത് മുഖാണ്. ഇതിന്റെ അങ്ങോട്ട് പിറകിലേക്കുള്ളത് എന്തിൽ പെട്ടതാണ്? തലയിൽ ഉൾപ്പെടുന്നതാണ് ചെവി. ചെവി തടവൽ തല തടവലിന്റെ ഭാഗമാകുന്നു. അതുകൊണ്ട് തന്നെ ചെവി തടവാൻ പ്രത്യേകമായി വെള്ളം എടുക്കേണ്ട ആവശ്യം ഇല്ല. ഒരൊറ്റ വെള്ളമെടുത്ത് വിരൽ തുമ്പുകൾ നനച്ച് കുടഞ്ഞു കളഞ്ഞ് തല തടവുകയും ചെവിയുടെ പുറം ഭാഗമാണ് തടവേണ്ടത്. ചെവിക്കകത്തേക്ക് ചൂണ്ടാണി വിരൽ കടത്തി വെച്ച് തള്ള വിരൽ കൊണ്ട് മുകളിലേക്കും താഴേക്കും ഒരു തവണ ചെവിയുടെ പുറം ഭാഗത്തെ തള്ളവിരലുകൾ കൊണ്ട് തടവൽ. അതാണ് ചെവി തടവേണ്ട രൂപം. അത് റസൂലുള്ളാഹി നിർവഹിച്ചിരുന്നത് ഒരൊറ്റ തവണയായിരുന്നു. ഇസ്ലാമിൽ തടവലുകളെല്ലാം ഒരു തവണയാകുന്നു. ഒളുവെടുക്കുമ്പോൾ തല തടവേണ്ടത്, ഒളുവെടുക്കുമ്പോൾ ചെവി തടവേണ്ടത്, ഒളുവില്ലാതിരുന്നാൽ കൈപ്പത്തികൾ നിലത്തടിച്ച് തയമ്മം ചെയ്യുമ്പോൾ മുഖം തടവേണ്ടത്, കൈ തടവേണ്ടത്, ഒളുവെടുത്തുകൊണ്ട് പാദരക്ഷ ധരിച്ചാൽ, ഷൂവോ സോക്സോ ധരിച്ചാൽ പിന്നീട് ഒളു നഷ്ടപ്പെട്ട് ഒളുവെടുക്കുമ്പോൾ അവൻ സോക്സ് അഴിച്ചു മാറ്റേണ്ടതില്ല, തടവിയാൽ മതി. ഒറ്റത്തവണ തടവിയാൽ മതിയാകുന്നതാകുന്നു. ഇതൊക്കെ എന്താണോ ഹദീസിൽ പറഞ്ഞത് അപ്പടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേൽ ബാധ്യത. ഇസ്ലാമിന്റെ ഫിഖ്ഹിൽ നമുക്ക് യാതൊരുവിധ തരത്തിലുള്ള ബുദ്ധിയും ഉപയോഗിക്കാൻ ആവശ്യമില്ല എന്ന് പണ്ഡിതന്മാര് പറയാൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വാചകം കാണാം. കുഫന്റെ മുകളില്, സോക്സിന്റെ മുകളിൽ തടവേണ്ടത് എവിടെയാണ്? കാലിന്റെ മേൽഭാഗത്താകുന്നു. ഇസ്ലാമിൽ ബുദ്ധിക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ തടവണം എന്ന് പറയുമ്പോൾ ചിന്തിക്കൽ എവിടെ? അടിയിലാണ് അഴുക്കാവാനുള്ള സാധ്യതയുള്ളു. റസൂൽ തടവാൻ വേണ്ടി പഠിപ്പിച്ചത് എവിടെ? മേൽഭാഗത്താണ്. എന്തെങ്കിലും ബുദ്ധിക്കൊരു സ്വാധീനം ദീനി ശർഈയായ നിയമങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സോക്സിന്റെ താഴ്ഭാഗമായിരുന്നു തടവേണ്ടിയിരുന്നത്. റസൂലുള്ളാഹി പഠിപ്പിച്ചത് മുകൾ ഭാഗം. അപ്പൊ റസൂലുള്ളാഹി എന്താണോ പഠിപ്പിച്ചത് അപ്പടി യാതൊരുവിധ മറ്റു ചിന്തകൾക്കും സ്വാധീനത്തിനും വഴങ്ങാത്ത വിധമുള്ള കർമ്മങ്ങളെ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. തല തടവിക്കഴിഞ്ഞാൽ പിന്നീട് തലയും ചെവിയും തടവിക്കഴിഞ്ഞാൽ കാലു കഴുകലാണ്. ആദ്യം വലതുകാലും പിന്നീട് ഇടത് കാലും കഴുകുക എന്നത്. അത് കഴുകേണ്ടത് കാൽപാദങ്ങളാണ്. ആ കാൽപാദത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ഞെരിയാണി. തള്ളി നിൽക്കുന്ന ആ എല്ല് നനയുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? പൂർണ്ണമാക്കി ഞെരിയാണി വരെ, വിരലിന്റെ അറ്റം മുതൽ ഞെരിയാണി വരെ പൂർണ്ണമായി കഴുകേണ്ട. വിരലുകൾക്കിടയിലൂടെ പ്രത്യേകമായി കഴുകണമെന്ന് ഹദീസിൽ നനയാതെ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യം വലതുകാലും പിന്നീട് ഇടതുകാലും നിർവഹിക്കപ്പെടേണ്ടത്. ഈ ഹദീസിന്റെ ഞാനിപ്പോ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണമായും ലഭ്യമാകുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹത്തിന്റെ മൗല അൻഹിംറാൻ, മൗല എന്ന് പറഞ്ഞാൽ ഹിംറാൻ മൗല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒരു വ്യക്തിയുടെ കീഴിൽ ഒരു അടിമയുണ്ടായിരിക്കുകയും ആ അടിമയെ മോചിപ്പിക്കുകയും ചെയ്താൽ പലപ്പോഴും ചില അടിമകൾ എന്ത് ചെയ്യില്ല, അവർ പോകൂല, കൂടെ തന്നെ ഖിദ്മത്ത് ചെയ്തിട്ട് സേവന പ്രവർത്തനത്തിൽ നിലനിൽക്കും. അത്തരത്തിലുള്ള മോചിപ്പിച്ച അടിമകളെയാണ് എന്ത് വിളിക്കുക? മൗല എന്ന് വിളിക്കുക. ചരിത്രത്തിൽ അതിപ്രഗത്ഭരായ മൗലമാരുണ്ട്. സാലിം മൗല അബൂ ഹുദൈഫ,
ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രമുഖനായ സ്വഹാബിയാണ് ആര്? സാലിഹ്. അബൂ ഹുദൈഫ പിന്നെ മുഹാജിറാണ്, മക്കക്കാരനാണ്. അബൂ ഹുദൈഫ മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ ഒരു അൻസാരി സഹാബി വനിത ഗിഫ്റ്റായിട്ട് ചെറിയ കുട്ടിനെ, കൈക്കുഞ്ഞിനെ കൊടുത്തതാണ് ആർക്ക്? അബൂ ഹുദൈഫക്ക്. അദ്ദേഹം വളർത്തുകയും അദ്ദേഹം മോചിപ്പിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇസ്ലാമിലെ പല നിയമങ്ങളും ഇറങ്ങാൻ കാരണമായി തീർന്നതാണ് സാലിം മൗല അബൂ ഹുദൈഫ. ഹിമ്രാൻ മൗല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്നഹു റഅ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദഅ ബി വളൂഇൻ. വളൂ എന്ന് പറഞ്ഞാൽ വുളു എടുക്കാനുള്ള വെള്ളത്തിനാണ് വളൂ എന്ന്. ഇശാ എന്ന് പറഞ്ഞാല് ഇശാ, മഗ്രിബ്, ഇശാ, നമസ്കാരം. സന്ധ്യാസമയത്തിനാണ് എന്ത് പറയാ? അശ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കഴിക്കണ ഭക്ഷണത്തിനാണ് എന്ത് പറയാ? രാത്രി കഴിക്കണം ഇശാന്റെ നേരത്തെ തിന്നണ ഭക്ഷണ ഫുഡിനാണ് എന്ത് പറയാ? അശ എന്ന് പറയാം. വളൂ എന്ന് പറഞ്ഞാൽ വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഉസ്മാൻ. പാത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വെള്ളം ചൊരിഞ്ഞു കൊടുത്തു. കയ്യിലേക്കാ ചൊരിഞ്ഞു കൊടുത്തത്. അത് രണ്ടിനെയും അദ്ദേഹം കഴുകി. പിന്നീട് അദ്ദേഹം തന്റെ വലതുകൈ പ്രവേശിപ്പിച്ചു ഫിൽ വളൂഇ, ആ വെള്ളപാത്രത്തിലേക്ക്, വെള്ളത്തിലേക്ക്. നേരത്തെ പറഞ്ഞത് അദ്ദേഹം കൊപ്പിളിച്ചു. അദ്ദേഹം വായിൽ വെള്ളമിട്ടിട്ട് ഇങ്ങനെ ചുഴറ്റി. വസ്തൻഷറ, മൂക്കിലേക്ക് വെള്ളം കയറ്റിയിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചീറ്റുന്നതിനാണ് ഈ ഇസ്തൻഷറ എന്ന് പറയുന്നത്. വായ കൊപ്പിളിച്ച് വായിൽ വെള്ളമിട്ട് ചുഴറ്റി മൂക്കിലേക്ക് വെള്ളം കയറ്റി മൂക്കിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? വെള്ളം പുറത്തേക്ക് കളയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കഴുകി വജ്ഹഹു, അദ്ദേഹത്തിന്റെ മുഖത്തെ സലാസൻ, എത്ര തവണ? കൈ കഴുകി കൊടുത്ത് എന്ത് പറഞ്ഞു? 3 എന്ന് പറഞ്ഞു. മുഖം കഴുകി കൊടുത്ത് എന്ത് പറഞ്ഞു? 3 എന്ന് പറഞ്ഞു. വയദൈഹി, അദ്ദേഹത്തിന്റെ കൈകളും കഴുകി. ഇലൽ മിർഫഖൈൻ, മിർഫഖ് എന്ന് പറഞ്ഞാൽ ഈ എല്ലിന്, കൈയിന്റെ മുട്ടിനാണ് എന്ത് പറയാ? മിർഫഖൈൻ സലാസൻ, 3 തവണ വീതം കൈ മുട്ടുകളിലേക്ക്, മുട്ടുൾപ്പെടെ അദ്ദേഹം കഴുകി. പിന്നീട് അദ്ദേഹം തടവി ബിറഅസിഹി, അദ്ദേഹത്തിന്റെ തല തടവി. ചെവിയും കൂടി അതിൽ പെട്ടു, മനസ്സിലായോ? അവിടെ എണ്ണം പറയുന്നില്ല, കാരണം തടവി എന്ന് പറഞ്ഞാൽ തടവിൽ നടന്നിട്ടുണ്ട്, എണ്ണത്തെ വർദ്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ എണ്ണത്തെ പരാമർശിക്കുകയും ഹദീസ് ചെയ്തിട്ടില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സുമ്മ ഗസല കുല്ലി റിജ്ലിൻ സലാസൻ, പിന്നീട് ഓരോ കാലുകളും അദ്ദേഹം 3 തവണ കഴുകി. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു റഅയ്തു, ഞാൻ കണ്ടിരിക്കുന്നു, അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ നഹ്വ വുളുഇ ഹാദാ, ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻ തവല്ലഅ, ആരെങ്കിലും വുളു എടുത്താൽ, നഹ്വ വുളുഇ ഹാദാ, ഞാൻ ഇപ്പോൾ വുളു എടുത്തത് പ്രകാരം ആരെങ്കിലും വുളു എടുത്താൽ, സുമ്മ സ്വല്ല, എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്താൽ, റകഅതൈൻ, 2 റകഅത്ത്, ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു, ആ വുളുവിന്റെയും ആ നമസ്കാരത്തിന്റെയും ഇടക്ക് തന്റെ സ്വന്തത്തോട് പോലും ഒന്നും സംസാരിക്കാതിരിക്കുകയും ചെയ്താൽ, ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അദ്ദേഹത്തിന്റെ മുൻ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ മൗലയെ പഠിപ്പിക്കുകയാണ്. ആ വുളുവിന്റെ രൂപം അപ്രകാരം വുളുവെടുത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം? പ്രാർത്ഥന നിർവഹിക്കണം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീൻ വജ്അൽനി മിനൽ മുതതഹ്ഹിരീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വുളുവിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ പൂർണ്ണമായ രൂപമാണത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് മാത്രം വുളുവിന്റെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ കാണാൻ പറ്റും. അത് വേറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രാർത്ഥനയാണ്, അത്ര മാത്രമുള്ളത്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ എന്ന ലഫ്ളുകൾ കൂടി ഉൾപ്പെടുന്നത് വേറെ റിപ്പോർട്ടാണ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടത്. വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിലൂടെ വന്ന പ്രാർത്ഥനകൾ എല്ലാറ്റിനും കൂടി ഒന്നിച്ച് ചേർത്തി വെച്ചതാണ്
പ്രാർത്ഥനകളെ പൂർണ്ണമായി നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്രകാരം വുളു എടുത്ത് 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചാൽ അവന് സ്വർഗമുണ്ടെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മാമിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയഹ്സിനു വുളുഹു ثم يقوم فيصلي ركعتين مقبل عليهما بقلبه ووجهه. പ്രകാരം ഒരാള് വുളു എടുത്ത് റബ്ബിന്റെ മുൻപിലേക്ക് തന്റെ മുഖത്തെയും തന്റെ ഹൃദയത്തെയും തിരിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇല്ലാ വജബത്തുൽ ജന്ന, അവന് സ്വർഗം വജബതുഹു. വജബ എന്താ? വാജിബായി, നിർബന്ധമായി. കാരണം വുളു എടുക്കുന്നു, ആ വുളു എടുത്തതിന് ശേഷം അവൻ എന്താ പ്രഖ്യാപിക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. തൗഹീദിന്റെ പൂർണ്ണമായ പ്രഖ്യാപനം എങ്ങനെ പറഞ്ഞത്? ബി ഖൽബിഹി വ വജ്ഹിഹി. ഹദീസിലെ പരാമർശം എന്താണ്? ഹൃദയബോധ്യത്തോടുകൂടി റബ്ബിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഷഹാദത്ത് പ്രഖ്യാപിച്ചാൽ അവനുള്ളതാണ് എന്ത്? സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം അവന്റെ മേൽ നിർബന്ധമായി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നത്തില് സ്വർഗം ദർശിച്ചു, മുമ്പ് വിശദീകരിച്ചു. ആ സ്വർഗത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പടിയുടെ ശബ്ദം റസൂലുള്ളാഹി കേൾക്കുന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിബിലാലിൻ ഇൻദ സ്വലാത്തിൽ ഫജ്ർ. സുബ്ഹി നമസ്കാരത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജ അമലിൻ അമിൽതുഹു ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ താങ്കൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന കർമ്മം ഏതാകുന്നു എന്ന്. ഏതോ ഒരു കർമ്മത്തെ അദ്ദേഹം പ്രതീക്ഷിച്ച് കർമ്മം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വർഗം ദർശിച്ച സമയത്ത് മുൻപിൽ ബിലാലിന്റെ ചെരുപ്പടിയുടെ ശബ്ദം കേൾക്കും. ഫഇന്നീ സമിഅതു, തീർച്ചയായും ഞാൻ കേട്ടിരിക്കുന്നു. ദഫ നഅലൈക്, നഅൽ എന്ന് പറഞ്ഞ ചെരുപ്പ്. നഅലുൻ മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞില്ല സൂറത്ത് ത്വാഹയിൽ, മദിയനിൽ വെച്ച് മദിയനിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ഫഖല നഅലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. മൂസ, ഞാൻ ഇന്നി അനല്ലാഹ്, ഞാൻ അല്ലാഹയാണ്, നീ നിൽക്കുന്നത് മുഖദ്ദസി തുവ, പരിശുദ്ധമാക്കപ്പെട്ട തുവായിലാണത്. എന്റെ 2 ചെരുപ്പ് എന്ത് ചെയ്യണം? അഴിച്ചു വെക്കണം. ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് അഴിച്ചു വെക്കണം എന്ന മര്യാദ എന്ത് ചെയ്യാണ്? സൂറത്ത് ത്വാഹയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള കൽപ്പനയിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. എന്റെ മുൻപിലായി സ്വർഗത്തിൽ നിന്റെ ചെരുപ്പിന്റെ വാറടി ശബ്ദം എന്ത് ചെയ്തു? ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ചോദിച്ചത്, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ താങ്കൾ പ്രതീക്ഷിക്കുന്ന കർമ്മം, പ്രതിഫലം പ്രതീക്ഷിക്കുന്ന കർമ്മം ഏതാണ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, മാ അമിൽതു അമലൻ, ഞാൻ പ്രത്യേകിച്ച് അമലൊന്നും ചെയ്യുന്നില്ല. അർജ ഇൻദി അന്നി ലം അതതഹർ തുഹൂറൻ ഫി സഅതി ലൈലിൻ ഔ നഹാരിൻ, ഞാൻ എപ്പോഴും ശുദ്ധിയുള്ളവനായിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. തഹാറത്ത് എന്തുകൊണ്ട്? ഒളു മുഖേന ഞാൻ എപ്പോഴും ശുദ്ധിയുള്ളവനായിരിക്കും. എപ്പോഴും ഒളു നഷ്ടപ്പെട്ടോ രാത്രി ആയിരുന്നാലും പകലായിരുന്നാലും ഞാനത് നിർവഹിക്കും. ഇല്ലാ സ്വല്ലൈതു ബിദാലിക തഹൂർ, അത് മുഖേന ഞാൻ എന്ത് ചെയ്യാറുണ്ട്? മാ കുത്തിബ ലീ അൻ ഉസല്ലി, എനിക്കെന്താണോ നിശ്ചയിക്കപ്പെട്ടത് ആ നിശ്ചയിക്കപ്പെട്ട നമസ്കാരത്തെ ഞാൻ നിർവഹിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഒളുവില്ലാത്ത ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. നന്നാക്കി ഒളുവെടുക്കുകയും ഒളുവെടുത്ത സമയത്തെല്ലാം അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഞാൻ നിർവഹിക്കുകയും ചെയ്യാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ശ്രദ്ധിക്കുക, ഫിഖ്ഹാണ് പഠിക്കുന്നത്. ഫിഖ്ഹ് പഠിക്കുമ്പോൾ അതിന്റെ ഷർത്ത് പഠിക്കും, അതിന്റെ ഫളായില് പഠിക്കും, അതിന്റെ ഫറളുകൾ. ഫറള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മത്തെ അതാക്കി മാറ്റുന്നതാണ് ഫറള്. നമസ്കാരത്തിന് ഫറളുണ്ട്, നോമ്പിന് ഫറളുണ്ട്, സക്കാത്തിന് ഫറളുണ്ട്, ഹജ്ജിന് ഫറളുണ്ട്. ഏതെങ്കിലും ഒരു ഫറള് നഷ്ടപ്പെട്ടാൽ ചെയ്ത കർമ്മം എന്തായി തീരും? ബാത്തിലായി തീരും. അതിന് റുക്ന് എന്ന് പറയും, ഫറള് എന്നും പറയും. ഒളു നിലനിൽക്കണമെങ്കിൽ 6 കാര്യങ്ങൾ അതിനകത്ത് നിർബന്ധമായും ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും സംഭവിച്ചാൽ, മറന്നോ ബോധപൂർവം ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മറന്നിട്ട് ഉപേക്ഷിച്ചു, അറിവില്ലായ്മ കൊണ്ട് ഉപേക്ഷിച്ചു, എങ്ങനെ ഉപേക്ഷിച്ചാലും നഷ്ടപ്പെട്ടു പോയാൽ ആ കർമ്മം എന്തായി തീരും? ബാത്തിലായി തീരും. ഒളുവിന്റെ കർമ്മങ്ങൾ അത് 6 എണ്ണമാകുന്നു. ഫറളുകൾ. ഒന്ന് മുഖം കഴുകലാണ്. ആ മുഖം കഴുകലിന്റെ ഭാഗമാണ്
വായ വൃത്തിയാക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും. അതിന്റെ എണ്ണം 1 ആകുന്നു. ഒറ്റത്തവണ വായിൽ വെള്ളം കയറ്റി ഒപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി മുഖം ഒരു തവണ പൂർണ്ണമായി മുഖം എന്ന് പറയുന്നതിന്റെ ഉള്ളിലുള്ള എല്ലാം ഒരു തവണ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവന്റെ എന്ത് പൂർത്തിയായി? അതിന്റെ ഫർള് പൂർത്തിയായി. ഹദീസിൽ കാണാം നോമ്പുകാരനല്ലാത്ത പക്ഷം നല്ലപോലെ മൂക്കിൽ എന്ത് ചെയ്യണം? വെള്ളം കയറ്റി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസിന്റെ ലഫ്ളാണ്. നീ വുളു എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? വായില് വെള്ളം കയറ്റി കൊപ്പിളിക്കണം. ആരെങ്കിലും വുളു എടുത്താൽ അവൻ മൂക്കിൽ വെള്ളം കയറ്റി ചെയ്യും. അതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതെല്ലാം കൂടി ഉൾപ്പെടെ ഒരു തവണ, ശ്രദ്ധിക്കണം, നമ്പർ ശ്രദ്ധിക്കണം, ഒരു തവണ നിർവഹിച്ചാൽ ഫർള് പൂർത്തിയായിട്ടുണ്ട്. 2, അവന്റെ കൈകൾ, 2 കൈകൾ, വലത്തെ കൈയും ഇടത്തെ കൈയും മുട്ട് വരെ കഴുകി. മയാമിനിക്കും, നിങ്ങൾ വലതു കൈ കൊണ്ട് ആരംഭിക്കണം. ഏത് പ്രവർത്തനം ആരംഭിക്കേണ്ട എന്തുകൊണ്ടായിരിക്കണം? വലത് കൊണ്ടായിരിക്കും. കൈകൾ കഴുകുമ്പോൾ ആദ്യം വലത്, പിന്നെ ഇടത്. കാലുകൾ കഴുകുമ്പോൾ ആദ്യം വലത്തെ കാല്, പിന്നെ ഇടത്തെ കാല്. മുട്ടുൾപ്പെടെ ഒരു തവണ കഴുകിയാൽ, തന്റെ കൈകൾ ഒരു തവണ കഴുകിയാൽ വുളുവിന്റെ ഫർള്, അതിന്റെ വാജിബ് പൂർത്തിയാകുന്നതാണ്. 3, തല പൂർണ്ണമായും തടവുക എന്നുള്ളത്. തല തടവൽ വ്യത്യസ്തങ്ങളായ രീതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. 1, തല കാലിയായിരിക്കുക, തൊപ്പിയില്ല, തലപ്പാവില്ല, സ്ത്രീകളുടെ തലയിൽ തട്ടമില്ല, ഇങ്ങനത്തെ മുടി പ്രത്യക്ഷമായിരിക്കുന്ന സമയത്ത് തല പൂർണ്ണമായിട്ടും തടവുക എന്നുള്ളത് ഒരു രീതി, ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്. 2, തലയിൽ നിന്ന് അഴിച്ചു മാറ്റാനും തിരിച്ചു കെട്ടാനും പ്രയാസമുള്ള വിധത്തിലുള്ള തലപ്പാവ്. ഓരോ നാട്ടിലേക്കും ഓരോരോ വസ്ത്രധാരണ രീതികളുണ്ടാവും. ചില സാധനങ്ങൾ ഉണ്ടാവും എന്ത് കെട്ടി 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 അതിങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കെട്ടൽ കുറച്ച് അധ്വാനമുള്ള പണിയായിരിക്കും. അത് അഴിച്ചു മാറ്റിക്കൊള്ളണം എന്ന് നിർബന്ധം ഇല്ല. അതിന്റെ മുകളിലൂടെ റസൂലുള്ള തലപ്പാവിന് മുകളിലൂടെ തല തടവിയിട്ടുണ്ട്. സ്ത്രീകള് അവരുടെ ശിരോവസ്ത്രം വളരെ സിമ്പിളാണ്. വീട്ടിലാണ് വെറുതെ ഒരു ഒറ്റ മുണ്ടുള്ളെങ്കിൽ ആ മുണ്ട് ബാക്കിലേക്ക് ഇറക്കിയിട്ട് എന്ത് ചെയ്യാം? തല തടവാം, തിരിച്ചു കൈ കൊണ്ടുവരാം, മുണ്ട് കയറ്റിയിടാം. എന്നാൽ ഈ സാധനം കൂടിയിട്ട് പാക്ക് ചെയ്തിട്ട് യാത്ര ചെയ്യുന്ന വേളയിലാണെങ്കിൽ ഇത് അഴിച്ച് പിന്നീട് അത് തിരിച്ചതേപോലെ കെട്ടൽ കുറച്ച് അധ്വാനമുള്ള പണിയാണെങ്കിൽ ആ ശിരോവസ്ത്രത്തിനു മുകളിലൂടെ തടവാവുന്നതാണ്. ആദ്യത്തെ രീതി മുടിക്ക് മുകളിലൂടെ തടവൽ. 2, തലപ്പാവിന് മുകളിലൂടെ തടവൽ. 3, നെറ്റിയെയും തലപ്പാവിനെയും ചേർത്തി തടവലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തലപ്പാവിന് മുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? തടവിയതായി കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ചെവികൾ രണ്ടും എന്തിൽപ്പെട്ടതാണ്? തലയിൽപ്പെട്ടതാകുന്നു. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് തല പൂർണ്ണമായി റസൂലുള്ള തടവി എന്നതിന്റെ തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസഅ റഅസഹു ബിയദൈ ഫഅഖബല ബിഹിമാ വഅദ്ബറ, പിന്നിലേക്ക് കൊണ്ടുപോയി, വഅദ്ബറ, മുന്നിലേക്ക് കൊണ്ടുപോയി. ബദഅ ബിമുഖദ്ദമി റഅസിഹി ثم ذهب بهما الى ഖഫാഹു ثم ردهما الى المكان الذي بدأ منه. എവിടെ നിന്നാണോ ആരംഭിച്ചത് ആ ആരംഭിച്ച അതേ പോയിന്റിലേക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. തലപ്പാവിന്റെ മുകളിലൂടെ തടവി എന്നതിന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് റഅയ്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ഇമാമതിഹി വഖുഫൈ. റസൂലുള്ളാഹ് ഖുഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂ സോക്സ് പോലെ, അന്ന് 2 സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന തോലിന്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് മേലക്ക് മറിച്ചു വെക്കും. എന്നിട്ട് ഇതിന്റെ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യും? ഇന്നത്തെ ഷൂവിന്റെ ലൈസ് ഇല്ലേ, ആ ലൈസ് പോലെ ടൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് കെട്ടിയിടുന്ന തോല് കൊണ്ട് ആ കെട്ടിങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞാൽ 2 സൈഡിലേക്ക് ഇങ്ങനെ ഓപ്പൺ ആവും. ഇപ്പൊ നമ്മൾ കാല് സൈഡിൽ നിന്ന് തിരികെ മറ്റേ എന്ത് ചെയ്യാനാണ്? ടോപ്പിൽ വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് ലൈസ് ഇട്ട് കെട്ടുന്ന ഒരു തരം ഖുഫ, പാദരക്ഷ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു യാത്രാവേളയിൽ ഒളുവെടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുഫ അഴിക്കാൻ കൂടെയുണ്ടായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ശ്രമിക്കുകയും വിട്ടേക്കുക, അത് ശുദ്ധിയുള്ള അവസ്ഥയിൽ ധരിച്ചതാണ്. അഥവാ ഒളുവെടുത്തിട്ടാണ് എന്ത് ചെയ്തത്?
ഹുഫ ധരിച്ചത് എന്ന് പറയുകയും റസൂലുള്ളാഹി ഹുഫയുടെ മുകളിൽ തടവുകയും ചെയ്തു എന്ന് ഹദീസിനകത്ത് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ലഅ വമസഹ ബിനാസിയതിഹി വഅലൽ ഇമാമതി. റസൂലുള്ളാഹി വുളു എടുത്ത സന്ദർഭത്തിൽ നെറ്റിയിലും തലപ്പാവിലും വഅലാ ഹുഫൈ, ഹുഫക്ക് മുകളിലും പാദരക്ഷന്റെ മുകളിലും തടവി, നെറ്റിന്റെ മുകളിലും തടവി, ഇമാമത്തിന്റെ മുകളില് പിന്നെ തന്റെ തലപ്പാവിന്റെ മുകളിലും റസൂലുള്ളാഹി തടവി. ഇത്തരത്തിലുള്ള 3 തടവലുകൾ ഹദീസിനകത്ത് കാണാൻ. ഏത് രീതിയും അവർ കേവലം നെറ്റി സ്പർശിക്കുക, കേവലം തുടക്ക ഭാഗത്ത് മാത്രം തടവുക എന്നത് റസൂലുള്ളാഹിയുടെ സുന്നത്തിന് വിരുദ്ധമായ നടപടിയാകുന്നു. ഫർള പറഞ്ഞുകൊണ്ടിരുന്നത് 1 മുഖമാണ്, 2 കൈകളാണ്, 3 തലയും ചെവിയും തടവലാണ്, 4 ഞെരിയാണി ഉൾപ്പെടെ 2 കാലുകളും എന്ത് ചെയ്യണം? ഞെരിയാണി കഴുകേണ്ടതുണ്ട്. വൈലുൻ ലിൽ അഖാബി മിനൻ നാർ, മടമ്പ് നനയാത്തവന് നാശമെന്ന. വൈല് എന്ന് പറഞ്ഞാൽ നമ്മൾ നാശം എന്നാ പഠിച്ചിട്ടില്ല അല്ലെ? തഫ്സീറുകളിൽ കാണാം വൈല് എന്ന് പറഞ്ഞാൽ നരകത്തിലെ ചില പോയിന്റുകൾക്കൊക്കെ ചില പേരുണ്ടെന്നാണ്. നരകത്തിലൊരു താഴ്വരയുടെ പേരാണെന്ത്? വൈലുൻ എന്ന്. വൈലുൻ എന്ന് ഖുർആനിലും ഹദീസിലും എന്ത് പരാമർശിക്കപ്പെട്ടുവോ ആ പരാമർശിക്കപ്പെട്ട വിഷയത്തിൽ ചെയ്ത തെറ്റ് ചെയ്തവന് വൈലുൻ ലിൽ മുതഫ്ഫിഫീൻ വൈലുൻ ലികുല്ലി ഹുമസത്തുൽ ലുമസ, അവർക്കുള്ള ശിക്ഷ ആ താഴ്വരയിൽ വെച്ചായിരിക്കുന്നു. നരകത്തിലുള്ള പ്രത്യേകമായ ഒരു ഏരിയയുടെ ഒരു സ്ഥലത്തിന്റെ പേരാണ് വൈൽ. ശിക്ഷ എന്നതിന് അർത്ഥമുണ്ട്, അദാബ് നാശം എന്നതിന് അർത്ഥമുണ്ട്. നരകത്തിലൊരു ഭാഗത്തിന്റെ പേരാണ് എന്ന് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരെ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് കാല് കഴുകൽ ഫർളാകുന്നു, നമസ്കാരത്തിന്റെ റുക്കിനിൽപ്പെട്ട വിഷയമാകുന്നു. ഞെരിയാണി പൂർണ്ണമായും നനയാതെ വന്നവനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണമായി വുളുവെടുത്ത് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞെരിയാണി പൂർണ്ണമായിട്ടും കുറച്ച് നനയാതെ വന്ന ആളോട് പൂർണ്ണമായിട്ടും വുളുവെടുക്കാൻ വേണ്ടി തിരിച്ചയച്ചത് കാണാൻ സാധിക്കും. 6 ഫർളുകളാണ്, 4 പറഞ്ഞത്. ഈ 4 ഫർളുകളും ലഭ്യമാവുക ഖുർആന്റെ ആയത്തിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയുടെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഫഗ്സുലൂ വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം. വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകളും കഴുകണം. ഇലൽ മറാഫിഖ് വംസഹൂ, നിങ്ങൾ തടവണം. ബിറുഊസിക്കും, നിങ്ങളുടെ തലകൾ. വഅർജുലക്കും, നിങ്ങളുടെ കാലുകളും. ഇലൽ കഅബൈൻ, ഏതുവരെ? ഞെരിയാണി ഉൾപ്പെടെ. ഈ 4 അവയവങ്ങളാണ് എവിടെ പരാമർശിച്ചിട്ടുള്ളത്? ഖുർആനിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നിർബന്ധമായ 6 ഫർളുകളിൽ 4 എവിടെ നിന്നാണ് തെളിവ് പിടിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആന്റെ വചനത്തിൽ നിന്നാണ്. ഖുർആൻ മാത്രം മതി, ഹദീസൊന്നും വേണ്ട എന്ന ചില അഭിപ്രായം അല്ലെ? ഹദീസ് നിഷേധികളായ ഹദീസ് കുറെ ആളുകൾ എഴുതിണ്ടാക്കിയതാണ്. അബൂ ഹുറൈറ 1 ദിർഹം കൊടുത്ത ഒരു ഹദീസ് പറഞ്ഞിരുന്നു, അബൂ ഹുറൈറ കുറെ സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഹദീസ് നിഷേധത്തിന്റെ ലോകം വലിയൊരു ലോകം. നമ്മളിപ്പോ കാണുന്ന ഏതാനും ചില സിഹറിന്റെ ഹദീസും ചില ഈച്ചന്റെ ഹദീസും ഒന്നും മാത്രമല്ല. ഹദീസ് എന്ന് പറയുന്ന മേഖലയോട് പരമപുച്ഛം വെച്ചു പുലർത്തുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം ഉമ്മത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. ഒരിക്കലും ഹദീസിനെ നിരാകരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇസ്ലാം പൂർണ്ണമാവുകയില്ല. എങ്ങനെ ആയത്ത് തുടങ്ങുന്ന എന്താ? അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ. നമസ്കാരത്തിന് വേണ്ടി നിന്നതിന് ശേഷമാണ് ഉളു കൊടുക്കുക? ഇല്ല, ഉളു എന്ത് ചെയ്യേണ്ടതുണ്ട്? ആദ്യം പൂർത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യും? ഖിയാമ് നിക്കലെപ്പോഴാ? ഉളു എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഖിയാമ് നടക്കുക. അപ്പോ ഖുർആനിൽ പറഞ്ഞ ഒരു വിഷയത്തിന്റെ പ്രായോഗികമായ രൂപം അവിടെ ഫഗ്സുലൂ വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ കഴുകണം. മുഖം ഏതാണ്? മുഖത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? അതിന്റെ പരിധി ഏതാണ്? അതിന്റെ പ്രായോഗിക രൂപം എവിടെയുള്ളത്? ഹദീസുകൾക്കകത്ത്. എത്ര തവണയാണത് കഴുകേണ്ടത്? അതെവിടെയുള്ളത്? ഹദീസുകൾക്കകത്താണ് ഉള്ളത്. വംസഹൂ ബിറുഊസിക്കും, നിങ്ങൾ നിങ്ങളുടെ തലകളെ തടവണം. വർജുലക്കും, നിങ്ങളുടെ കാലുകളെയും. അപ്പൊ കാല് തടവുകയാണോ കഴുകുകയാണോ വേണ്ടത്?
ഫംസഹൂ ബിറുഊസിക്കും, നിങ്ങൾ നിങ്ങളുടെ തലകളെ തടവണം, വർജുലക്കും, നിങ്ങളുടെ കാലുകളെയും എന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പോ ഖുർആനിൽ പറഞ്ഞതിന്റെ തഫ്സീർ, അതിന്റെ വിശദീകരണം കൊടുക്കേണ്ട, അതിന്റെ പ്രായോഗിക രൂപം പഠിപ്പിച്ചു തരേണ്ട ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയുടെ വാക്കുകൾ, ആ റസൂലുള്ളാഹിയുടെ പ്രവർത്തനങ്ങൾ, ആ റസൂലുള്ളാഹിയുടെ അംഗീകാരങ്ങൾ അത് ഇസ്ലാമിൽ പ്രമാണമാകുന്നു. ഖുർആൻ എങ്ങനെ പ്രമാണമാണോ അങ്ങനെ ഹദീസും പ്രമാണമാകുന്നു. പ്രമാണമായി പരിഗണിക്കേണ്ട വിഷയത്തിൽ രണ്ടും തുല്യമാകുന്നു. വിശുദ്ധ ഖുർആനെ പോലെ എല്ലാ ഹദീസ്, ഖുർആൻ ഓതിയ കൂലി കിട്ടും, ഹദീസ് ഓതിയ എന്തിട്ടില്ല, കൂലി കിട്ടൂല. ഹർഫിന് കൂലി ഉള്ളതാണ്, രണ്ടും ഒരുപോലെയല്ല. എന്നാൽ പ്രമാണം ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നിടത്ത് ഖുർആൻ പ്രമാണമാണോ? പ്രമാണമാണ്. ഖുർആനിൽ തീരെ പരാമർശിക്കാത്ത ഒരു വിഷയം ഹദീസിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹദീസിൽ പരാമർശിച്ച ആ വിഷയം എന്താകുന്നു? പ്രമാണമാകുന്നു, തെളിവാകുന്നു. വ്യഭിചരിച്ച ആളെന്താ ചെയ്യാ? എറിഞ്ഞു കൊല്ലണം. ഖുർആനിൽ അങ്ങനെ ഒരു വിധിയില്ല. ഖുർആനിൽ എന്തില്ല? വിധിയില്ല. ഖുർആനിലത് ഫജ്ലിദൂഹും കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, അവരെ രണ്ടുപേരെയും, ആണിനെയും പെണ്ണിനെയും 100 അടി അടിക്കണമെന്നാണ്. 100 അടി. 24-ാം അധ്യായം സൂറത്തുൻ നൂറിന്റെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് അവരെ രണ്ടാളും എന്ത് ചെയ്യണം? 100 അടി അടിക്കണം. അപ്പൊ റസൂലുള്ളാഹി എറിഞ്ഞു കൊന്നിട്ടില്ലേ? എറിഞ്ഞു കൊന്നിട്ടുണ്ട്. എവിടെ പറഞ്ഞു? സഹീഹ് മുസ്ലിമിൽ 3 സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇസ്ലാമിന്റെ പ്രമാണം ഏത് എന്ന് നമ്മൾ കൃത്യമായി എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആൻ തന്നെ ചിലപ്പം വിശദീകരിക്കും, ഖുർആനിനെ ഹദീസുകൾ വിശദീകരിക്കും. നമസ്കാരത്തിന്റെ ഫർളുകൾ സൂറത്ത് മാഇദയുടെ 6-ാമത്തെ വചനത്തിൽ നിന്ന് പണ്ഡിതന്മാർ 4 എണ്ണി പറഞ്ഞു. 5-ാമത്തെ ഫർള് അതിന്റെ തർത്തീബ്, അതിന്റെ ക്രമമാകുന്നു. ആദ്യം കൈ കഴുകുക, പിന്നെ മുഖം കഴുകുക, പിന്നെ കൈ മുട്ടുൾപ്പെടെ കഴുകുക, പിന്നെ തല തടവുക, പിന്നെ കാല് കഴുകുക, ആദ്യം വലത് കഴുകുക, പിന്നെ ഇടത്. ഇതിനൊരു തർത്തീബുണ്ട്. ഈ ക്രമത്തെ തെറ്റിച്ചാൽ അത് വുളു ആവുകയില്ല. വുളുവിന് വേണ്ടി പരാമർശിക്കപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെയുണ്ടോ ആ അവയവങ്ങളെ മുഴുവൻ കൃത്യമായി കഴുകി വൃത്തിയാക്കി, നല്ല സോപ്പിട്ട് വരച്ച് കൈകൊണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി, ആദ്യം മുഖം കഴുകി, പിന്നെ കൈ കഴുകി, ആദ്യം ഇടത്തെ കാല് കഴുകി, പിന്നെ വലത്തെ കാല് കഴുകിയാൽ എന്താവൂല? വുളു ആയി മാറുകയില്ല. നല്ലവണ്ണം ശ്രദ്ധിക്കുക. പുരുഷന്മാര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൗദിന്റെ കരക്കയിലൊക്കെ നിൽക്കുമ്പോൾ ഹൗദിൽ നിന്ന് ഒരു കപ്പ് വെള്ളമെടുത്ത് 2 കാലും ചേർത്തി വെച്ച് കാലിന്റെ മുകളിൽ ഒഴിക്കുന്ന ആളുകളൊക്കെ. കാല് കഴുകുമ്പോൾ ആദ്യം വലതിനെ പിന്നെ ഇടതിനെ കഴുകുന്ന ശീലം പല ആളുകളിൽ നിന്നും അശ്രദ്ധ മൂലം അത് തെറ്റ് സംഭവിക്കാറുണ്ട്. 2 കാലും ചേർത്തി വെച്ചിട്ട് വെള്ളം മുക്കി അവിടെ ഒഴിക്കും. ബാക്കിൽക്കും നോക്കും, നനഞ്ഞിട്ടില്ലെങ്കിൽ 2 കപ്പ് വെള്ളം ആ വഴിക്കും പിന്നിൽ കൂടി ഒഴിക്കും. എന്നിട്ടാണ് പള്ളിക്ക് കയറി പോകും. ഏത് കാലം ആദ്യം കഴുകി എന്ന് ചോദിച്ചാൽ അവന് ഓർമ്മ ഉണ്ടാവില്ല ഏത് കാലം ആദ്യം കഴുകി. സംഗതി കാല് നനഞ്ഞിട്ടുണ്ടായിരിക്കും. തെർത്തീബ് നഷ്ടപ്പെടുന്നു. തെർത്തീബ് നഷ്ടപ്പെട്ടാൽ ഫർള് നഷ്ടപ്പെടും. ഫർള് നഷ്ടപ്പെട്ടാൽ അമല് ബാത്തിലായി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി പറയുന്ന, റസൂലുള്ളാഹി വുളു എടുക്കുന്ന സമയത്ത് പറഞ്ഞ വാചകമാണ്, വലത്തെ കൈ കഴുകുമ്പോൾ വലത്തെ കാല് കഴുകുമ്പോൾ അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അല്ലാഹു ആരംഭിച്ചത് കൊണ്ട് ഞാനും ആരംഭിക്കുന്നു. ഇവിടെ ഈ സമയത്ത് റസൂലുള്ളാഹി ഹജ്ജ് ചെയ്യുമ്പോഴും പറഞ്ഞ വാചകമാണത്. ആദ്യം റസൂലുള്ളാഹി കയറിയത് കൊടുക്കാൻ സഫയിലേക്ക്, പിന്നെയാണ് അവിടെ പോയത് മറുവയിലേക്ക്. റസൂലുള്ളാഹി ആദ്യം സഫയിലേക്ക് പോകാനുള്ള കാരണം എന്താ? അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അല്ലാഹ് തുടങ്ങിയത് കൊണ്ട് ഞാനും തുടങ്ങി. അല്ലാഹ് എവിടെ തുടങ്ങിയത്? സൂറത്തുൽ ബഖറയിലുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ. അല്ലാഹ് ആയത്തിൽ ആദ്യം പറഞ്ഞത് ഏതാണ്? സൊഫയാണ്. രണ്ടും ഒരുപോലെയാണ്. രണ്ട് മല, അത്രേ ഉള്ളൂ. അള്ളാഹ് ആദ്യം തുടങ്ങിയത് സൊഫ കൊണ്ടാണ്, അതുകൊണ്ട് ഞാനും അതുകൊണ്ട് ആരംഭിക്കുന്നു എന്നുള്ളത്. വുളുവിന്റെ അവയവങ്ങൾ ആ തെർത്തീബിൽ തന്നെയാണ് ഞാനിത് നിർവഹിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിരിക്കും. അടുത്തത് അതിന്റെ തുടർച്ചയാണ്, കണ്ടിന്യൂവേഷൻ. എന്ത് ചെയ്യാൻ പാടില്ല? തുടർച്ച തെറ്റാൻ പാടില്ല. മുഖം കഴുകി പിന്നെ കൈ കഴുകി, അപ്പോഴാണ് വൈഫ് ചായ കൂട്ടി വെച്ചിരിക്കണെന്നാണ്. അപ്പൊ പോയിട്ട് ചായ കുടിച്ചു, എന്നിട്ട് കഴിഞ്ഞ് വന്നിട്ട് കാല് കഴുകാൻ പറ്റുമോ? സംഗതി കൈ കഴുകൽ കഴിഞ്ഞിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്? കാല് കഴുകിയത്. പക്ഷെ ഒന്നിനോട് തുടർന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? അടുത്തത് ചെയ്യേണ്ടത്. ആ തുടർച്ചയുടെ ഗ്യാപ്പിന്റെ ടൈം ലിമിറ്റ് എത്ര? 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ? ഫുഖഹാക്കള് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും തർജിയായി നമുക്ക് സ്വീകരിക്കാവുന്ന അഭിപ്രായം, തൊട്ടു മുമ്പ് കഴുകിയ അവയവം ഉണങ്ങാൻ പാടില്ല. തൊട്ടു മുമ്പ് കഴുകിയത് ഉണങ്ങരുത്. ടാപ്പിന്റെ അവിടുന്ന് വുളു എടുത്ത്
കാല് കഴുകിയിട്ടില്ല, കുറച്ച് അപ്പുറത്താണ് ഹൗദിൽ നിന്ന് കാല് കഴുകാനും വരയ്ക്കാൻ സംഭവിക്കുന്നെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ വുളുവിന്റെ തർത്തീബ് എന്ത് ചെയ്യില്ല, അതിന്റെ കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ട് പോവുകയില്ല. മനസ്സിലായോ? പുറത്തുനിന്ന് ടാപ്പിന്ന് ഉള്ളെടുത്തു, അപ്പുറത്ത് പോയിട്ട് കാല് കഴുകി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കാല് കഴുകാൻ പോകുന്ന സമയത്ത് എന്ത് ഉണങ്ങാൻ പാടില്ല? കൈ കഴുകിയ വെള്ളം ഉണങ്ങാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വുളു മര്യാദക്ക് എടുക്കാതെ ആ വന്ന വ്യക്തിയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇർജി' ഫഅഹ്സിൻ വുളുഅക ഫറജഅ ثم صلى. ഇർജി', നീ മടങ്ങ്. വഅഹ്സിൻ വുളുഅക, നിന്റെ വുളുവിനെ നീ എന്ത് ചെയ്യണം? നന്നാക്കണമെന്ന്. ഫറജഅ ثم صلى, അങ്ങനെ നീ എന്ത് ചെയ്യണം? നമസ്കാരം മടക്കി നിർവഹിക്കണം. എന്താ സംഭവം എന്ന് പറയും. ഒരാൾ വുളു എടുത്തു. ആ വുളു എടുത്ത സമയത്ത് നഖത്തിന്റെ ഭാഗത്ത് കുറച്ച് എന്ത് ചെയ്തു? നനയാതെ റസൂലുള്ളാഹി കണ്ടു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? പോയിട്ട് വുളു നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് അയാൾ തിരിച്ചു വരിക. അപ്പോ കാലിന്റെ നഖമുള്ള ഭാഗം മാത്രം കഴുകിയാൽ മതിയോ? ഇല്ല. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? കൈ ഉണങ്ങിയിട്ടുണ്ട്. പോയി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ആള് വരുന്നത്. കയ്യും കഴുകി കാലും കഴുകൽ കഴിഞ്ഞിട്ട് പോയി നിസ്കരിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാല് പോയി കഴുകിയിട്ട് പോയി നിസ്കരിക്കുക എന്നല്ല പറഞ്ഞത്. അഹ്സൻ വുളുഅക, നിന്റെ വുളുവിനെ നീ ശരിയാക്കണം, നന്നാക്കണം എന്നാണ്. വുളു സ്റ്റാർട്ടിങ് തൊട്ടിട്ട് വുളു പൂർണ്ണമാക്കേണ്ടതുണ്ട്. കാരണം ഒരു അവയവത്തിലെ ഒരു ഭാഗം നനയാതെ പോയി എന്നുള്ളത്. പ്രത്യേകിച്ച് കാല് കഴുകുമ്പോൾ, മടമ്പ് കഴുകുമ്പോൾ ശ്രദ്ധിക്കുക. കൈ കൊണ്ട് ഉരച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗവും പൂർണ്ണമായി നനയുന്ന ഒരവസ്ഥ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. വുളുവിന്റെ ഷർത്തുകൾ. ഇനി ഒരു പോയിന്റിൽ നിന്ന് വിട്ടുപോയി, നെക്സ്റ്റ് പറയാം. വുളുവിന്റെ നിബന്ധനകൾ. നിസ്കാരത്തിന്റെ നിബന്ധനയിൽ പെട്ടതാണ് ഏത്? വുളു. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വുളു ശരിയാവണമെങ്കിൽ അതിന് ചില ഷർത്തുകൾ. ഒന്ന്, ഇസ്ലാമാണ്, മുസ്ലിം ആയിരിക്കണം. 2, ബുദ്ധിയുള്ളവൻ ആയിരിക്കണം. 3, പ്രായപൂർത്തി എത്തിയിരിക്കണം. 4, നിയ്യത്ത് വുളുവിന്റെ കൂടെ ഉണ്ടാവണം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. വെള്ളം കൊണ്ടോ കല്ലുകൊണ്ടോ എന്ത് ചെയ്യണം? നജസ് വൃത്തിയാക്കിയിരിക്കണം. വുളുവിന് മുമ്പ്, വുളു എടുക്കുന്നതിന് മുമ്പ് നജസിൽ നിന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്? വൃത്തിയാവേണ്ടത്. ഒന്നുകിൽ വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിനു സമാനമായ, വെള്ളത്തെ വലിച്ചു കുടിക്കുന്ന എന്തുണ്ടോ ഉപയോഗിക്കാം. ടിഷ്യൂ പേപ്പറോ പോലെയുള്ള വെള്ളം മുമ്പിൽ അവൈലബിൾ ആണെങ്കിൽ മുൻഗണന കൊടുക്കേണ്ടത് എന്തിനായിരിക്കണം? വെള്ളത്തിന്. വെള്ളമുണ്ട്, പേപ്പറുണ്ട്, അപ്പൊ എന്ത് ചെയ്യരുത്? പേപ്പർ ഉപയോഗിക്കരുത്. വെള്ളമുണ്ട്, കല്ലുണ്ട്, അപ്പൊ എന്ത് ചെയ്യരുത്? കല്ല് ഉപയോഗിക്കരുത്. വെള്ളമുണ്ടെങ്കിൽ വെള്ളത്തെ ഉപയോഗപ്പെടുത്തണം. വെള്ളമാണ് ശുചീകരിക്കാൻ ഏറ്റവും ഉത്തമമായത്. വെള്ളം ലഭ്യമല്ലാത്ത സമയത്ത് ശുചീകരണത്തിന് പര്യാപ്തമായ മറ്റെന്തൊരു വസ്തു ലഭ്യമായാലും അതുകൊണ്ട് ശുചീകരണം നടത്താവുന്നതാണ്. അവൻ കല്ലുകൊണ്ടാണ് ശുചീകരിക്കുന്നതെങ്കിൽ മിനിമം 3 കല്ലുകൾ ഉപയോഗിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിനകത്ത് കാണാൻ സാധിക്കും. അടുത്തൊരു ഷർത്ത് ശ്രദ്ധിക്കാം. തൊലിയില് വെള്ളം സ്പർശിക്കുന്നതിന് തടസ്സമായ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യൽ വുളുവിന്റെ ഷർത്തിൽ പെട്ടതാകുന്നു. ഗമ്മ്, കയ്യിൽ പെയിന്റ്, ഗമ്മ്, പ്രറ്റാസാണല്ലോ, സൂപ്പർ ഗ്ലൂ, ഇതുപോലുള്ള സാധനം, അത് തൊലിക്ക് പുറത്തു കൂടി എന്തുണ്ടാക്കും? ഒരു കോട്ടിങ് വരും. അത് അവയവം നനയലാണ്. വുളുവും തുടക്കത്തിൽ പറഞ്ഞു, വുളുവും കുളിയും എന്താകുന്നു? അവയവങ്ങളെ നനക്കലാണ്. ഉരച്ച് നനച്ച് തൊലിയോട് വെള്ളം സ്പർശിക്കേണ്ടതുണ്ട്, തൊലി നനയേണ്ടതുണ്ട്. ആ നനയുന്നതിന് തടസ്സമായിട്ട് എന്തുണ്ടോ അതിനെ ആദ്യം നീക്കം ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വുളു എടുക്കാൻ പാടുള്ളൂ. മൈലാഞ്ചി, നോർമൽ മൈലാഞ്ചി കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുതിയൊരു സാധനം കാണാം, ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ അടർന്നു പോരുന്നതാണ് അല്ലെ. എന്താണ് മെറ്റീരിയൽ എന്ന് അള്ളാഹു ആയാലും നമുക്കറിയില്ല. സിന്തറ്റിക് എങ്കിൽ സിന്തറ്റിക്. അതിങ്ങനെ ചീന്തി കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു പോലും. അതിന്റെ മുകളിൽ കോട്ടിങ് ആണ്. അത് തൊലി വെള്ളം നനയുന്നതിന് തടസ്സമായി. നമ്മള് മൈലാഞ്ചിയുടെ ഇല അരച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തൊലിയുടെ നിറമാണ് മാറ്റുന്നത്. തൊലിക്ക് മുകളിൽ കോട്ടിങ് എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. അതുകൊണ്ട് വുളുവിന്റെ ഷർത്തിൽ പെട്ടതാകുന്നു നനയേണ്ട ഭാഗങ്ങൾ. വുളുവെടുക്കുമ്പോൾ നനയേണ്ട ഭാഗങ്ങൾ, നനയുന്നതിന് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ ആദ്യം നീക്കം ചെയ്യൽ വുളുവിന്റെ ഷർത്തിൽ പെട്ടതാകുന്നു. പിന്നെ വുളു എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി, ചില ആളുകൾക്ക് കീഴ്വായു തുടർച്ചയായിട്ട് ഇങ്ങനെ ഗ്യാസിന്റെ അസുഖമുള്ള ആളുകളുണ്ടായിരിക്കും. പിന്നെ ആർത്തവം
നോർമൽ ടൈം കഴിഞ്ഞാൽ പിന്നീട് രോഗമായി നിലനിൽക്കുന്ന ആളുകളുണ്ടായി. അത്തരത്തിലുള്ള ഒതുങ്ങനെയുള്ള ഒതു സ്ഥിരമായി നിലനിൽക്കൂല. ആ ആളുകള് നേരത്തെ ഒതുവെടുക്കരുത്. നമസ്കാരത്തിന്റെ തൊട്ടു സമയമായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒതുവെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒതുവെടുത്തിട്ട് പിന്നെ അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് വീണ്ടും കീഴ്വായു മുഖേന ഒതു നഷ്ടപ്പെട്ടാൽ ഒരു ഒതു പുതുക്കേണ്ടതില്ല. അവരെ കുറ്റം കൊണ്ട് സംഭവിക്കുന്ന ഒരു വിഷയമല്ല, ഒരു രോഗമാണ്. റബ്ബ് നിശ്ചയിച്ച കതറാക്കിയ ഒരു രോഗത്തിന്റെ ഭാഗമാണ്. നേരത്തെ ഒതു എടുത്ത് അരമണിക്കൂറായിട്ട് ഇങ്ങനെ റെഡിയായി ഇരുന്നിട്ട് പിന്നെ ഒതു പോയിട്ട് ഒതു എടുക്കാതിരിക്കരുത്. തൊട്ടു മുൻപ് ഓരോ നമസ്കാരത്തിന്റെയും തൊട്ടു മുമ്പായിരിക്കണം ഉളുവുകൾ എടുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നിർദ്ദേശിച്ചത് ഹദീസുകളിൽ കാണാം. താടി രോമങ്ങൾക്കിടയിലൂടെ വിരലുകൾ എന്ത് ചെയ്യണം, പിന്നെ കിടത്തി കഴുകണം. അത് നനഞ്ഞു എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിന്റെ ഷർത്തിൽ പെട്ടതാണ്. പിന്നെ ഉളുവിന്റെ സുന്നത്തുകൾ. നമ്മൾ ഉളുവിന്റെ രൂപം പറഞ്ഞപ്പോ കുറെ കാര്യം എണ്ണി പറഞ്ഞു. ഫർള് പറഞ്ഞപ്പോ അത് ഏതിലേക്ക് ചുരുങ്ങി, 6 ചുരുങ്ങി. ബാക്കി മുഴുവൻ എന്തിൽ പെട്ടതാകുന്നു, സുന്നത്തിൽ പെട്ടതാകുന്നു. സുന്നത്ത് ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല, സുന്നത്ത് എന്തിനുള്ളതാണ്, സ്വീകരിക്കപ്പെടേണ്ടത്. നാളെ ആഖിറത്തിൽ വിചാരണക്ക് വേണ്ടി ഫർളുകളെ കൊണ്ടുവരും. നമസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ ബാധ്യതയുള്ളവ. അതിന്റെ വിചാരണയുടെ സന്ദർഭത്തിൽ അത് പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ റബ്ബ് എന്റെ അടിമക്ക് സുന്നത്തായിട്ടുള്ള മുസ്തഹബായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരണയുടെ സന്ദർഭത്തിൽ ചോദിക്കപ്പെടുന്നു. നമ്മുടെ ഫറളുകളിൽ വരുന്ന വീഴ്ചകളെ പരിഹരിക്കുവാനുള്ളതാണെന്ത്, സുന്നത്തുകൾ. അതുകൊണ്ട് സുന്നത്തുകളുടെ എണ്ണത്തെയും അതിന്റെ വ്യാപ്തിയെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരമാവധി വികസിപ്പിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത്. ഇശാ നിസ്കാരം 4 റക്അത്ത് നിസ്കാരം, അത് കഴിഞ്ഞിട്ടുള്ള 2 റക്അത്ത് എന്താകുന്നു, ഐച്ഛികം. ആ നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള, പരിഹരിക്കുവാനുള്ളതാണ് പിന്നീടുള്ള 2 റക്അത്ത് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വുളൂഉമായി ബന്ധപ്പെട്ട് ആകെ 4 ഫർളുകൾ ആണ് കഴുകലുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതും എത്ര തവണയുള്ളൂ, ഒറ്റ തവണ മാത്രമേ ഉള്ളൂ. സുന്നത്തുകൾ എന്തൊക്കെയാണ് സുന്നത്തുകൾ? ഒന്ന് പല്ല് തേക്കണം. ലൗല അൻ അശഖ അലാ ഉമ്മത്തി ലഅമർതുകും ബിസ്സിവാഖ് ഇൻദ കുല്ലി വുളൂഇൻ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് തന്റെ മുവത്തയിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ ഓരോ വുളൂഇന്റെ സമയത്തും പല്ല് തേക്കാൻ നാം കൽപ്പിക്കാം. അള്ളാന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിട്ടില്ല. എന്താ കൽപ്പിക്കാതിരുന്നത്? നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, ഉപ്പ് കൊണ്ട്. അങ്ങനെ കൽപ്പിച്ചാൽ നമുക്കത് എന്തായി തീരും, നിർബന്ധമായി തീരും, ബാധ്യതയായി മാറും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒഴിവാക്കപ്പെടേണ്ട വിഷയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം തവണ ദന്തശുദ്ധീകരണം, പല്ല് വൃത്തിയാക്കുന്നവനായിരുന്നു. ഉളൂവിന്റെ തൊട്ട് മുൻപ് റസൂലുള്ളാഹി നിർവഹിച്ചിരുന്നു എന്ന്. ഉളൂവിന്റെ തുടക്കത്തിൽ 2 കൈകളും എന്ത് ചെയ്യാം, കഴുകുക എന്നത് സുന്നത്തിൽപ്പെട്ടതാണ്. വഇദസ്തയഖള അഹദുകും മിൻ നൗമിഹി ഫല്യഗ്സിൽ യദഹു ഖബ്ല അൻ യുദ്ഖിലഹാ ഫീ വുളൂഇ. വുളൂഇന്റെ വെള്ളത്തിലേക്ക് ഒരാൾ പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന ഒരാൾ എന്ത് ചെയ്യണം, ആദ്യം വുളൂ തുടങ്ങുന്നതിന് മുമ്പ് കൈ കഴുകും. വുളൂയിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, കൈ കഴുകുക. ആ കൈ കഴുകുന്നതിന് മുൻപ് കൈ കഴുകണം. പ്രത്യേകിച്ച് എവിടുന്നാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണെങ്കിൽ അവന്റെ കൈ രാത്രി ഉറക്കത്തിന്റെ സന്ദർഭത്തിൽ ഏതൊക്കെ ഭാഗത്തു കൂടി സഞ്ചരിച്ചു എന്ന് അവന് തന്നെ അറിയുകയില്ല. അവൻ അറിയുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൂക്കിൽ മാന്തിയിട്ടുണ്ടാവും. പിന്നെ എവിടേക്കാണോ മാന്താൻ പറ്റുന്നിടത്തൊക്കെ മാന്തിട്ട്. അപ്പൊ കൈ വൃത്തിയാക്കിയതിന് ശേഷമേ വുളൂഇലേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രവേശിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുക എന്നുള്ളത് സുന്നത്തിൽ പെട്ടതാകുന്നു. ഉരച്ച് കഴുകൽ, ഉരച്ച് കൈകൊണ്ട് എന്ത് ചെയ്യാം, വെള്ളം ഇങ്ങനെ ഒഴിച്ചാൽ വുളൂ ശരിയാവും, നനഞ്ഞാൽ വുളൂ ശരിയാവും. എന്നാൽ കൈകൊണ്ട് ഉരക്കുക എന്നത് സുന്നത്തിൽ പെട്ട. ഒരാളിങ്ങനെ നിന്നിട്ട് ഉരക്കാതെ ഇങ്ങനെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ഉരക്കാത്തെന്ന് ചോദിച്ചിട്ട് അവനോട് എന്ത് ചെയ്യാൻ പാടില്ല, ദേഷ്യം പിടിക്കരുത്. സുന്നത്തിന്റെ വിഷയത്തിൽ ആരോടും എന്ത് ചെയ്യാൻ പാടില്ല, ദേഷ്യം. ഫർള് വിട്ടുപോയാൽ അതൊരു അവന്റെ അമലിനെ ബാധിക്കുന്ന വിഷയമാണ്. കൃത്യമായ ബോധവൽക്കരണം നടത്താൻ. സുന്നത്തിന്റെ വിഷയത്തിൽ മോട്ടിവേഷൻ കൊടുക്കേണ്ടതുണ്ട്. കാരണം അവന്റെ ഫർളിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണത് സുന്നത്ത്. അതിന്റെ പേരിൽ ആക്ഷേപിക്കുവാൻ പാടുള്ളതല്ല. സുന്നത്തിന്റെ വിഷയത്തിൽ ആക്ഷേപിക്കപ്പെടരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ 2 മുദ്ദ്, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 2 കൈ കൊണ്ട് ഇങ്ങനെ കോരി എടുക്കുന്നതിന് എന്താ പറയാ, ഒരു മുദ്ദ്. 2 മുദ്ദ് വെള്ളം കൊണ്ടുവരികയും
പിന്നെ റസൂലുള്ള മുഴം കൈ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഒരച്ച് കഴുകുക. വെറും 2 മുദ്ദ് വെള്ളം കൊണ്ട് റസൂലുള്ള ഒതു എടുത്തിരുന്നു. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. വളരെ കുറഞ്ഞ വെള്ളം എന്തിനാ ആവശ്യമുള്ളൂ. ഉളു എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം വൃത്തിയാക്കലാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. മനസ്സിലായോ? ഒരാള് കീഴ്വായു അതോടുകൂടി പിന്നെ പോയാൽ എന്ത് പോയി, ഒതു പോയി അല്ലെ. ഒതു പോയാൽ പിന്നെ അയാൾ കഴുകണത് എവിടെ? ഒരാൾ കീഴ്വായു പോയി, ഒതു നഷ്ടപ്പെട്ടു, ഓക്കെ, അയാള് പിന്നെ അയാൾ ഒതു എടുക്കണം. ഒതു എടുക്കുമ്പോൾ അയാൾ കഴുകലെവിടെ? മുഖം, കയ്യും, കാലും. ശാരീരിക ശുദ്ധീകരണമല്ല, അതൊരു കൽപ്പനയാണ്. എന്താകുന്നു? ഒരു കാര്യം കൽപ്പിക്കുന്നു, അതെന്ത് ചെയ്യാം, അനുസരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരാൾ കുളിച്ച് വൃത്തിയായി, നല്ല പുതിയ സോപ്പൊക്കെ ഇട്ടിട്ട് 4-5 തവണ പുഴയിലിറങ്ങി മുങ്ങി കുളിച്ച് കഴുകിയ ശരീരത്തിൽ ഇനിയൊരു മാലിന്യം ബാക്കിയില്ല, ആൾ സ്ക്രീനിങ് കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പോ വുളു എന്ന് പറയുന്നത് പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട കർമ്മമാകും. അത് കുറേ വെള്ളം കൊണ്ട് ആകെ കഴുകി വൃത്തിയാക്കലാണ് വുളു എന്ന് എന്ത് ചെയ്യേണ്ടതില്ല, തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇനി വെള്ളം കിട്ടാനില്ല, അപ്പൊ എന്താ ചെയ്യേണ്ടത്? കുറച്ച് മണ്ണെടുത്തിട്ട് ഇവിടെയും മുഖത്തും കയ്യിലും പുരട്ടലാണെന്ത്? വുളുവിന് പകരം നിശ്ചയിക്കപ്പെട്ട മണ്ണ് ഇങ്ങോട്ട് ആക്കലാണ്. മണ്ണ് ശരീരത്തിലേക്ക് പിന്നെ കൊണ്ടുവരലുള്ള കഴുകി ശാരീരിക ശുദ്ധീകരണമല്ല വുളുവിന്റെ ലക്ഷ്യം. കൽപ്പനയെ അനുസരിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഇസ്ലാം എന്നുള്ള അറബി പദത്തിന്റെ അർത്ഥം എന്താ? നമസ്കാരം. അനുസരണം, പൂർണ്ണമായ അനുസരണം, പൂർണ്ണമായ വിധേയത്വം, സമ്പൂർണമായ സമർപ്പണം. ഇസ്ലാം അനുസരിക്കുന്നു. ഒരു ഭാരമുള്ള പണി ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, ഏൽപ്പിച്ചിട്ടില്ല. 5 നേരം നിസ്കരിക്കാൻ ഒരു 25 കിലോന്റെ ചാക്ക് വെയിറ്റ് തലയിൽ വെച്ചിട്ട് 1/2 കിലോമീറ്റർ നടന്നു പോണ അധ്വാനം ഉണ്ടോ? സക്കാത്ത് 2.5% സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പോകും അല്ലെ. ഒരാളുടെ എല്ലാ ചെലവും, കംപ്ലീറ്റ് എക്സ്പെൻസ്, ഫുഡും താമസവും കുട്ടികളുടെ പഠനവും ചികിത്സയും ഒക്കെ കഴിഞ്ഞ് ഇന്ന് കഴിഞ്ഞു, നാളെ ഇയാളുടെ കയ്യിലുണ്ട്, സക്കാത്ത് കൊടുക്കണോ? അടുത്ത ആഴ്ച ഇത് കയ്യിലിരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കണം. 1 കൊല്ലം ഇയാളുടെ കയ്യിൽ വെച്ച് അപ്പോഴും ബാലൻസ് വെറുതെ ഒരു ഉപകാരം ഇല്ലാണ്ട് ഒരു പണിയില്ലാണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക. അതിന്റെ എത്ര കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്? 2%. എത്ര വരിക? 10 ലക്ഷത്തിന്റെ 2%. 25,000 രൂപ. ഇതെല്ലാ ചെലവും കഴിച്ച് ഒരു വ്യക്തിയുടെ എല്ലാ ചെലവും കഴിച്ച് 10 ലക്ഷം രൂപ ഒരു കൊല്ലം ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു വർഷത്തെ ടേൺ ഓവർ എത്രയൊക്കെയാണ്, വരവ് എത്രയൊക്കെയാണ്, ക്രെഡിറ്റ് ഇൻകം, എല്ലാ ചെലവും കഴിച്ചിട്ട് 10 ലക്ഷം ബാലൻസ് ഫോർ 1 ഇയർ. അപ്പൊ അയാളുടെ വരവ് എത്രയാവും? മിനിമം നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞു 1C എത്ര സക്കാത്ത് കൊടുക്കണ്ടേ? അയാളുടെ കയ്യിൽ എന്ത് വന്നിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അതിന് എത്ര കൊടുക്കണ്ടുള്ളൂ? ഭാരമുള്ളതാണോ? ആരെങ്കിലും കൊടുക്കലുണ്ടോ? കൃത്യമായിട്ട് കണക്ക് കൂടിയിട്ട് ആരെങ്കിലും പിരിവിന് വന്നാൽ സക്കാത്തിന്റെ പൈസ എന്ന് പറഞ്ഞിട്ട് 500 രൂപ എടുത്തു. ഇതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നാം. ഇസ്ലാം ഭാരമുള്ളതല്ല, ഇസ്ലാം സമർപ്പണം, ഇസ്ലാം സബ്മിഷൻ, പൂർണ്ണമായ സബ്മിഷൻ. അല്ല പറഞ്ഞു ഇത്ര എൻ്റെ അടുത്ത് വന്നു, എൻ്റെ എല്ലാ ചെലവും ഇത്ര നീ കൊടുത്തു, അത് ഭാരം. നോമ്പാവട്ടെ സക്കാത്താവട്ടെ ഏതൊരു കർമ്മവും എന്തല്ല ഭാരമുള്ള ഒരു വിഷയം അല്ല. അതൊക്കെ അനുസരിക്കല. കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതില്ല. ഒരു 5 ലിറ്റർ 10 ലിറ്റർ വെള്ളം അതിനുവേണ്ടി ചെലവഴിച്ച് ടാപ്പ് തുറന്നിട്ട് നശിപ്പിക്കേണ്ടതില്ല. റസൂലുള്ളാ 2 മുദ്ദ് കൊണ്ട് 3 മുദ്ദ് കൊണ്ടൊക്കെ ഒരു സാഗ് വെള്ളം കൊണ്ട്, ഒരു സാഗ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദ, അതുകൊണ്ട് റസൂലുള്ള കുളിച്ചു എന്നൊക്കെ ഹദീസിൽ കാണാം. എപ്പോഴും അങ്ങനെ കുളിക്കാന്ന് പറയാം. വെള്ളമില്ലാത്ത നാട്ടിൽ ജീവിക്കണം. വെള്ളമില്ലാത്ത നാട്ടിൽ ജീവിക്കുമ്പോഴേ ഗൂഗിളൊക്കെ ഒന്നിങ്ങനെ സെർച്ച് ചെയ്യാം. റേഷൻ കൊടുക്കുന്ന നാടുകളുണ്ട്. 10 ലിറ്റർ 15 ലിറ്റർ 50 ലിറ്റർ ഒക്കെ റേഷൻ അനുവദിച്ചു കൊടുക്കുന്ന നാടുകളും രാജ്യം. ഒരു 15 ലിറ്റർ 20 ലിറ്ററിന്റെ ഒരു ക്യാൻ വെള്ളത്തിന് വേണ്ടി 5 കിലോമീറ്റർ ഒക്കെ നടക്കുന്ന കഴുതപ്പുറത്ത് പോയിട്ട് ശേഖരിക്കുന്ന നാടുകൾ. വെള്ളത്തിന്റെ ലഭ്യത കുറവുണ്ടാകുമ്പോഴേ അതൊക്കെ ബോധ്യമാവുകയാണ്. അവയവങ്ങൾ 3 തവണ കഴുകുക എന്നത് സുന്നത്തിൽപ്പെട്ടതാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവയവങ്ങൾ 1 തവണ കഴുകിയിട്ടുണ്ട്. മുഖം എന്ത് ചെയ്തിട്ടുണ്ട്? 1 തവണ കഴുകി. റസൂലുള്ളാഹി 2 തവണ കഴുകിയിട്ടുണ്ട്. റസൂലുള്ളാഹി 3 തവണ
റസൂലുള്ള 4 തവണ കഴുകിയിട്ട് ഇല്ല. 4 തവണ കഴുകിയാൽ പ്രതിഫലം കിട്ടും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ബിദ്അത്താകുന്നു. 1 തവണ കഴുകൽ വാജിബാകുന്നു, ഫർളാകുന്നു. ഒന്നിലധികം വർദ്ധിപ്പിക്കൽ സുന്നത്താകുന്നു. ഒന്നിലധികം വർദ്ധിപ്പിക്കൽ. ചില അവയവങ്ങൾ റസൂലുള്ള 1 തവണ കഴുകുകയും ചില അവയവങ്ങൾ 2 തവണ കഴുകുകയും ചെയ്തിട്ടുണ്ട്. ചില അവയവങ്ങൾ റസൂലുള്ള ഒരേ ഒളുവിൽ തന്നെ മുഖം 2 തവണ കഴുകുകയും കയ്യും 3 തവണ കഴുകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ 1 മുതൽ 3 വരെ എണ്ണത്തിൽ എങ്ങനെ കഴുകിയാലും ഒളുവിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. എല്ലാ അവയവങ്ങളും മിനിമം 1 തവണ കഴുകൽ എന്താകുന്നു? നിർബന്ധമായ കാര്യമാകും. അന്നഹു തവല്ലഅ സലാസൻ സലാസൻ, റസൂലുള്ള ഒളുവെടുക്കുമ്പോൾ 3 തവണ വീതം കഴുകി എന്ന് ഹദീസിൽ കാണാം. തവല്ലഅ മറത്തൈനി മറത്തൈൻ, റസൂലുള്ള 2 തവണ വീതം കഴുകി എന്ന് ഹദീസിൽ കാണാം. തവല്ലഅ മറത്തൻ മറത്തൻ, ഓരോ തവണ വീതം റസൂലുള്ള ഒളുവെടുത്തു എന്നും കഴുകി എന്നും ഹദീസിൽ കാണാം. ഗസല ബഅദ അഅ്വാഇഹി മറത്തൈനി വബഅദഹ സലാസ, ചില അവയവങ്ങൾ 2ഉം ചില അവയവങ്ങൾ 3ഉമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴുകി എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. വുളുവിന് ശേഷമുള്ള സുന്നത്തിൽപ്പെട്ടതാകുന്ന വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണ്ട അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തഹഹിരീൻ എന്ന് പറയുന്ന പ്രാർത്ഥന നിർവഹിക്കൽ സുന്നത്തിൽപ്പെട്ടതാകുന്നു. വുളുവിന് ശേഷം 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുക എന്നതും സുന്നത്തിന്റെ ഭാഗമാകും. അതിന്റെ പരിപൂർണത എന്ന് പറയുന്നത് മധ്യമ നിലപാട് സ്വീകരിക്കുക, ശുഷ്കമാക്കാതിരിക്കുക. ഇസ്ലാമിലെ മുഴുവൻ കർമ്മങ്ങളും എല്ലാ നിലപാടുകളും എന്തായിരിക്കണം? മധ്യമായ നിലവാരത്തിലായിരിക്കണം. അമിതമാക്കാതിരിക്കുക, ശുഷ്കമാക്കാതിരിക്കുക. ചെലവഴിക്കുമ്പോൾ അവനാന്റെ കുടുംബത്തിനും കുട്ടികൾക്കും കൂടി തിന്നാല്ലാത്ത വിധം ചെയ്യാൻ ചെലവഴിക്കുക, ഒന്നും കൊടുക്കാതെ പിശുക്കി പിടിച്ചിരിക്കുക. ഈ 2 അവസ്ഥയും ഉണ്ടാവരുത്. ഏത് വിഷയത്തിലും വസതിയായ മധ്യമമായ ഒരു നിലപാട് സ്വീകരിക്കണം. വെള്ളത്തിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് ഹദീസിൽ പറയുന്നത്. 2 ഹദീസിലും റസൂലുള്ള ഒരു സാ വെള്ളം കൊണ്ട്, 1 മുദ്ദ് വെള്ളം കൊണ്ട് ഒളുവെടുക്കുകയും 1 സാ മുതൽ 5 മുദ്ദ് വരെ വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്യാറുണ്ട്. 3 സാ വെള്ളത്തിൽ നിന്ന് ജനാപത്തുകാരായിരിക്കെ ഞാനും റസൂലുള്ളാഹിയും ഒന്നിച്ചു കുളിച്ചു എന്ന് ഹദീസ്. 1 കോരലാണ് മുദ്ദ്. സക്കാത്ത് പഠിച്ചില്ലേ? 1 കോരല് മുദ്ദ്. 4 കോരലാണ് എന്ത്? 1 സാ. ആവറേജ് 2 കിലോ 2 കിലോ. അങ്ങനത്തെ 3 സാ, 6 ലിറ്റർ വെള്ളം. 6 ലിറ്റർ വെള്ളം കൊണ്ട് ഞങ്ങൾ 2 ആളും കൂടി ഒറ്റ പാത്രത്തിൽ നിന്ന് കുളിച്ചു. റസൂലുള്ള വേഗം മുക്കി ഒഴിക്കുന്ന സമയത്ത് എനിക്കും വേണമെന്ന് പറഞ്ഞ് ഞാൻ തിരക്കൂട്ടിയിരുന്നു എന്നൊക്കെ ഹദീസിൽ. ഒറ്റ കോരിയെടുക്കുന്ന ഒറ്റ പാത്രത്തിൽ നിന്ന് 2 പേർ ഒന്നിച്ചു നിന്ന് കുളിച്ചിരുന്നു എന്ന് അത് വേറൊരു വിഷയമാണ്. മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, 3 മുദ്ദോ അതിനടുത്തോ വരുന്ന വെള്ളം കൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയും റസൂലുള്ളാഹിയും 3 മുദ്ദ് തന്നെ ഏകദേശം 2 ലിറ്റർ വെള്ളത്തിന്റെ അടുത്താണ്. ഇപ്പോൾ വെള്ളത്തിന് ടൈറ്റുള്ള സമയം, വളരെ കുറഞ്ഞ ലഭ്യതയുള്ള സമയത്ത് അത്രമാത്രമുള്ള സൂക്ഷ്മത വിഷയത്തിൽ പുലർത്തിയിരുന്നു എന്നത് ഹദീസ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ബിത്ഉഇൻദ ഖാലതി മൈമൂന ലൈലതൻ فقام النبي صلى الله عليه وسلم من الليل فلما كان في بعض الليل قام النبي صلى الله عليه وسلم فتوضأ من سن معلق وضوءا خفيفا يخفف عمرا ويقلله وقام يصلي. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹിയുടെ ഉപ്പയുടെ സഹോദരനാണ്. ആര്? അബ്ബാസ്. അബ്ബാസിന്റെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ലുബാബത്തുൽ കുബ്ര, ആ ലുബാബത്തുൽ കുബ്രയുടെ ജ്യേഷ്ഠത്തിയായിരുന്നു റസൂലുള്ളാഹിന്റെ ഭാര്യ മൈമൂന ബിൻതുൽ ഹാരിസ്. റസൂലുള്ളാഹിന്റെ ഭാര്യ മൈമൂനയുടെ അനുജത്തിയാണ് ആരമ്മ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അമ്മ. അപ്പോ മൂത്തമ്മയാണ്. ഈ മൂത്തമ്മന്റെ വീട്ടിലേക്ക് വിരുന്ന് വരും. എവിടേക്ക്? റസൂലുള്ളാഹിന്റെ പെരയിലേക്ക്. വിരുന്ന് വരാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി ജീവിതത്തെ പഠിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എവിടെ വന്നിരുന്നത്? മൂത്തമ്മന്റെ പെരയിലേക്ക് വിരുന്ന് വന്നിരുന്നു. അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി വുളു എടുക്കാൻ വേണ്ടി എണീറ്റ്, രാത്രി നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കാൻ വേണ്ടി എണീറ്റ് വന്നപ്പോൾ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ആരതൊക്കെ ഒരുക്കി വെച്ചതെന്ന് വെച്ചു. അത് അബ്ദുള്ള ചെയ്താണെന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, വിശുദ്ധ ഖുർആനിന് തഫ്സീർ കൊടുക്കാൻ, വ്യാഖ്യാനം കൊടുക്കാനുള്ള കഴിവ് നീ നൽകണമേ എന്ന് റസൂലുള്ളാഹി തന്റെ തിരുകരങ്ങൾ കൊണ്ട് തലയിൽ സ്പർശിച്ച് പ്രാർത്ഥനയ്ക്ക് വിധേയനായ വ്യക്തിയാണ് ആര്?
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു രാത്രിയിൽ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം റസൂലുള്ളാഹിയുടെ രാത്രി ജീവിതത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ കൂടെ നിന്ന് രാത്രി നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് രാത്രി കുറച്ചു കഴിഞ്ഞ സമയത്ത് റസൂലുള്ള എണീറ്റ് ഒളു എടുക്കാൻ വേണ്ടി എണീറ്റ് കെട്ടിത്തൂക്കിയിട്ട പാത്രത്തിൽ നിന്ന് വളരെ ലഘുവായ നിലക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് തോലിന്റെ സഞ്ചി എന്ത് ചെയ്യുന്നുണ്ട്, മുകളിൽ റൂഫിൽ കെട്ടിത്തൂക്കിയിട്ട് അതിൽ നിന്ന് ചെരിച്ചെടുത്തുകൊണ്ട് റസൂലുള്ള എന്ത് ചെയ്തിരുന്നു, കുറഞ്ഞ അളവിൽ ഒളിവെടുത്തു. അതിൽ നിന്ന് റസൂലുള്ള വായിലേക്ക് ഇങ്ങനെ ചരിച്ചിട്ട് കുടിക്കാറുണ്ടായിരുന്നു. നിന്ന് കുടിക്കാം എന്നുള്ളതിന് ചില പണ്ഡിതന്മാര് തെളിവ് പറയാറുള്ളത് കെട്ടിത്തൂക്കിയിട്ട പാത്രത്തിൽ നിന്നാണെങ്കിൽ എന്ത് ചെയ്യാം, നിന്ന് കുടിക്കാവുന്നതാണ്. സാധനം അവിടെ ലോക്കാണ്, അത് അഴിച്ചിട്ട് എടുക്കാറില്ല. അതിന് ലോക്ക് കെട്ടിയിട്ട് ഭദ്രമാക്കി വെച്ച് അതിനെ ചെരിച്ച് വായിലേക്ക് ചെരിച്ച് റസൂലുള്ള കുടിച്ചിരുന്നു എന്നൊക്കെ ഹദീസിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ 1-2-3 ഹദീസുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ അതിര് കവിയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അയറാബിയോട് കൽപ്പിച്ച സംഭവം. അയറാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് വുളൂവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് റസൂലുള്ള 1 തവണ വീതം അവയവങ്ങൾ കഴുകി, 2 തവണ വീതം അവയവങ്ങൾ കഴുകി, 3 തവണ വീതം അവയവങ്ങൾ കഴുകി, 3 രീതിയിൽ വുളൂവെടുക്കുന്നത് ആർക്ക് കാണിച്ചു കൊടുത്തു? അയറാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിര് കവിയുന്ന ആളുകൾ ഈ സമുദായത്തിൽ പിൽക്കാലത്ത് ഉണ്ടാകും എന്ന് റസൂലുള്ള ഒരു വാണിംഗ് കൂടി ആ സന്ദർഭത്തിൽ നൽകുകയാണ്. ഒളിവെടുക്കുന്ന സന്ദർഭത്തിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, വെള്ളത്തിന്റെ വിഷയത്തിൽ അതിര് കവിച്ചൽ നടത്തുവാൻ പാടുള്ളത്. അപ്പോൾ ഒളുവിന്റെ അതിന്റെ മേന്മകൾ, ശ്രേഷ്ഠതകൾ, ഫളായിലുകൾ നമ്മൾ മനസ്സിലാക്കി, ഒളുവിന്റെ കൈഫിയത്ത് മനസ്സിലാക്കി, ഒളുവിന്റെ ഫർളുകളും ഒളുവിന്റെ ഷർത്തുകളും അതിന്റെ നിബന്ധനകളും ഒളുവിന്റെ സുന്നത്തുകളും മനസ്സിലാക്കി. ഇനി ഉളു നഷ്ടപ്പെട്ടു പോകുന്ന ചെറിയ അശുദ്ധി എപ്പോഴാണ് ഉണ്ടായിത്തീരുക, ആ സാഹചര്യങ്ങൾ സുന്നത്തായിട്ട് ഉളവെടുക്കേണ്ട സന്ദർഭം, നിർബന്ധമായിട്ട് ഉളവെടുക്കേണ്ട സന്ദർഭം ഏതൊക്കെയാണ്? 1 നിസ്കാരം, 2 3 ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ സ്പർശിക്കുമ്പോൾ ഉളവെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ശതമാനം, ഭൂരിപക്ഷം ആളുകളും അതിനെ ആവശ്യമില്ല എന്ന അഭിപ്രായക്കാർ ആകുക. 2 3 എന്നുള്ള അഭിപ്രായം ഫുഖഹാക്കളുടെ മേഖലയിലുണ്ട്. ഏറ്റവും പ്രധാനം 2 ആകുന്നു. 2 കാര്യങ്ങൾക്ക് എന്തിന്റെ ആവശ്യമുള്ളൂ, നിർബന്ധമായ സന്ദർഭങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനം ആഴത്തിൽ കരസ്ഥമാക്കിക്കൊണ്ട് അമല് ചെയ്ത് ജീവിക്കുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇക്കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ശനിയും ഞായറുമായിട്ട് നമ്മുടെ പ്രൊഫൈസ് എടുക്കാൻ വേണ്ടി പോകും. അറിയുന്നതാണ് എല്ലാവർക്കും, പ്രൊഫഷണൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അത്തരം ആളുകൾക്ക് പ്രത്യേകമായി എല്ലാ വേദികളിലേക്കും അവർക്ക് കടന്നു വരാൻ സമയത്തിന്റെ പ്രശ്നങ്ങളുണ്ടാവും. ഡോക്ടർമാർ നമ്മൾ ക്ലാസ്സിന് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് ഡോക്ടർമാർക്ക് കേൾക്കുന്ന ഡ്യൂട്ടിയിലായിരിക്കും. മറ്റു ബിസിനസ് മേഖലക്കുള്ള ആളുകളൊക്കെ അവരൊക്കെ കച്ചവടത്തിലും യാത്രയിലും ഒക്കെ ഉണ്ടാകുന്ന ആളുകൾ, പ്രത്യേകമായി അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് പ്രൊഫൈസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രോഫ്കോണിന്റെ ഒരു തുടർച്ചയാണത്. 25 വർഷം മുമ്പ് നമ്മൾ പ്രോഫ്കോൺ ആരംഭിച്ച് ഏകദേശം 1995 ആദ്യത്തെ പ്രോഫ്കോൺ, 29 കൊല്ലം. അന്നത്തെ പ്രോഫ്കോണിൽ പങ്കെടുത്തിരുന്ന ആളുകൾ ഇന്ന് അവര് കുടുംബമായിട്ട് ജീവിക്കുന്ന തൊഴിലിടങ്ങളിലാണ്. അവരുടെ ഒരു കൂടിച്ചേരലിലൂടെയാണ് പ്രൊഫൈസ് ആരംഭിച്ചത്. ഒരുപാട് ധന്യമായ സെഷനുകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആരൊക്കെ ബന്ധങ്ങളിൽ എവിടെയൊക്കെ പ്രൊഫഷണൽ മേഖലയിൽ ആളുകളുണ്ടോ അവരെ മുഴുവൻ ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്ക് കണ്ണൂർ നമ്മുടെ പ്രോഗ്രാമിന്റെ വേദിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദഅവത്തിന്റെ മേഖലയിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണമായി നിർവഹിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ചുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബ് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് നമുക്ക് മുൻപ് റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകിപ്പോയ ആളുകൾ അവർക്ക് അല്ലാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.